പറയുന്ന സാധനമൊന്നും ഇവരുടെ ഏഴായിരത്ത് കൂടി പോയിട്ടില്ല. ഇതുപോലെയുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇവരെയൊക്കെ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത് തന്നെ യുക്തിബോധത്തിന് അപമാനമാണ്. മുണ്ടക്കയത്തേക്ക് വന്നു. മുണ്ടക്കയെന്ന് കാടായി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് എന്തിനു വന്നു? ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവിടെ ഹെൻറി ബേക്കർ ജൂനിയർ ഉണ്ട്. അദ്ദേഹം സംരക്ഷിക്കുമെന്ന് ഇവർക്കറിയാമായിരുന്നു. ദാസന്മാരാണ്. അതിന് തൃപ്പടിദാനം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. തൃപ്പടിദാനത്തിലൂടെ ഈ രാജ്യം ശ്രീപത്മനാഭനങ്ങ് സമർപ്പിച്ചു. അതോടുകൂടെ ഇത് ദൈവത്തിന്റെ രാജ്യമായിട്ട് മാറിയപ്പോൾ, അല്ലെങ്കിൽ ശ്രീപത്മനാഭന്റെ രാജ്യമായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീപത്മനാഭന്റെ പുരോഹിതന്മാർക്ക് ഇവിടെ വളരെയധികം പ്രാമാണ്യം വന്നു. മനസ്സിലായി? നമ്പൂതിരിമാർക്ക് വളരെ പ്രാമാണ്യം വരികയും അവർ കൃത്യമായിട്ട് മനുസ്മൃതികളടക്കമുള്ള 36 സ്മൃതികളുണ്ട്, പ്രധാനപ്പെട്ട 4 ഉണ്ട്. ആ 4 സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഭരണം നടത്തിയത്. അവിടെ രാജാക്കന്മാരെല്ലാം ഭരണം നടത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അപ്പൊ എന്റെയൊക്കെ പൂർവികരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണ് ക്രിസ്ത്യൻ മിഷണറിമാരെന്നുള്ള വ്യക്തമായ ചരിത്രബോധ്യം എനിക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു സദസ്സിൽ നിങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ആധുനിക ഭാരതത്തെ വാർത്തെടുത്തതിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പങ്കിനെ നിഷേധിക്കുന്ന പലരും ഇന്ത്യയിലുണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കൂട്ടരാണ്. ഒന്ന് സംഘികളാണ്, മറ്റൊന്ന് നിരീശ്വരവാദികളാണ്. ഈ 2 കൂട്ടരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 കൂട്ടരും അക്ഷരവിരോധികളാണ്. വായന എന്ന് പറയുന്ന അലർജിയാണ്, അങ്ങനത്തെ ടീമുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ഇതുകൊണ്ടാണ് ആധുനിക ഭാരതത്തെ ഉരുവാക്കിയതിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കുള്ള അവഗണിക്കാത്ത പങ്കിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയാത്തത്. ഈ നിരീശ്വരവാദികൾക്ക് വായനാശീലം ഇല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഇത്തിരി കൂടിപ്പോയില്ലേ, കടത്തി പറയുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം. പക്ഷെ വസ്തുത അതാണ്. ഈ പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ നിരീശ്വരവാദികളുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ശബ്ദകോലാഹലം ഉണ്ടാക്കി തങ്ങൾ പറയുന്നതാണ് ശരി എന്ന ആൾക്കാരുടെ മുമ്പിൽ വരുത്തി തീർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ പല പൊടിക്കൈകളും പ്രയോഗിക്കും. ചിലത് പഞ്ച് ഡയലോഗുകൾ അടിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന അവരുടെ അണികളൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കൈയടിക്കും. അതിൻ്റെ ഉസ്താദാണ് സി രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ. അതുപോലെ വേറെ ചിലരാണെങ്കിൽ വളരെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി സാധാരണഗതിയിൽ സംസാരിക്കുന്ന സമയത്ത് ശബ്ദമുയർത്തി സംസാരിക്കും. അങ്ങനെ തങ്ങൾ പറയുന്നതാണ് ശരി, അതാണ് ആധികാരികമായതെന്ന് വസ്തുതകൾ നിരത്തിയിട്ടല്ല, ശബ്ദത്തിൻ്റെ ആ ബലത്തിൽ അങ്ങനെ അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി. അല്ലാതെ വസ്തുതകൾ നിരത്തി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് അറിയില്ല. അതിപ്പോൾ എത്ര വലിയ നിരീശ്വരവാദി നേതാവായാലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഒരു വീഡിയോ ക്ലിപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ സംസാരിക്കുന്നത് വളരെ ദീർഘകാലം കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമായിരുന്ന യുക്തിരേഖ എന്ന മാസികയുടെ എഡിറ്ററായിരുന്ന ശ്രീ രാജഗോപാൽ വാഗ്ദാനത്തിൻ്റെ ക്ലിപ്പാണ് കേൾപ്പിക്കാൻ പോകുന്നത്. ഈ കേരളത്തിലെ യുക്തിവാദി സംഘം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരീശ്വരവാദികളുടെ കൂട്ടം എന്ന് മാത്രമാണ് കേട്ടോ. നിരീശ്വരവാദികളുടെ ഒരു കൂട്ടം, അത്രയേ ഉള്ളൂ, അല്ലാതെ യുക്തിവാദികളല്ല. യുക്തിവാദം എന്ന് പറയുന്നത് കുറേം കൂടി ഗഹനമായിട്ടുള്ളൊരു മേഖലയാണ്. വാസ്തവത്തിൽ യുക്തിവാദത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റെനെ ദെക്കാർത്തയാണ്. റെനെ ദെക്കാർത്ത ഒരു ക്രിസ്ത്യൻ തിയോളജിയനായിരുന്നു, അത് ഓർക്കണം. അദ്ദേഹം ഏജ് ഓഫ് റീസണിൻ്റെ കാലത്ത് ക്രൈസ്തവ വിശ്വാസം യുക്തിയാൽ തെളിയിക്കാൻ സാധിക്കും, യുക്തി അനുസരിച്ച് ഇന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന എന്ത് കാര്യവും യുക്തി അനുസരിച്ച് സ്ഥാപിക്കാൻ കഴിയുന്ന ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ ചിന്താധാര, റാഷണലിസം എന്ന് പറയുന്ന പുതിയ ചിന്താധാര കൊണ്ടുവരുന്നത്. അപ്പോൾ ചുമ്മാ ഒരാൾക്ക് യുക്തിവാദിയാകാൻ പറ്റില്ല, അതിന് കുറേ ഇതുണ്ട്. അതായത് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇന്ന് കിടന്നുറങ്ങി നാളെ നേരം വെളുക്കുമ്പോഴേക്കും യുക്തിവാദിയാവുകയില്ല. റീസണിങ് പഠിക്കാനുണ്ട്, അതിൻ്റെ ലോജിക്ക് പഠിക്കാനുണ്ട്, സംസാരത്തിലും ചിന്തയിലും എല്ലാം അതനുസരിച്ച് രൂപപ്പെട്ട് വരണം. അത് കാലം കുറേ പിടിക്കും. പക്ഷേ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ മതി, ഞാൻ യുക്തിവാദിയായിരുന്ന. ദൈവമില്ല എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയാവുന്നുള്ളൂ, യുക്തിവാദിയാവുകയില്ല. ആ
തിരിച്ചറിവ് പോലും ഇവർക്കില്ല. ആ ഒരു യുക്തിബോധം പോലും ഇല്ലാതെ നടക്കുന്ന ആളുകളാണ് സ്വയം യുക്തിവാദികൾ എന്നിവർ വിശേഷിപ്പിക്കുന്നത്. ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് ഏതാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. 2 കൊല്ലം മുൻപ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും വേറെ കുറച്ച് ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളും അതുപോലെ ഈ രാജഗോപാൽ വാഗ്ദാനവും വേറെ 2 നിരീശ്വരവാദികളും അങ്ങനെയായിട്ടൊരു പാനൽ ഡിബേറ്റ് നടന്നിരുന്നു. അപ്പോൾ ആ പാനൽ ഡിബേറ്റിൽ രാജഗോപാൽ വാഗ്ദാനം ക്രൈസ്തവ മിഷണറിമാരെ കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ ക്ലിപ്പ് കേൾപ്പിച്ച് ഞാൻ മറുപടി പറയുമ്പോൾ നിരീശ്വരവാദികളുടെ ഭാഗത്തു നിന്ന് വരാനുള്ള ഒരു ആരോപണം എന്താണെന്ന് എനിക്ക് മുൻപേ മനസ്സിലാക്കാൻ പറ്റുക. കാരണം അവരായിട്ട് കുറേ നാളുകളായി നമ്മൾ ഈ ഇടപാട് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ അവർ പറയാൻ പോകുന്നതെന്നുള്ളത്. അന്നത്തെ സംവാദത്തിൽ അൽക്കൊടിത്തോട്ടത്തിനും കൂട്ടർക്കും മറുപടി പറയാൻ സാധിച്ചില്ല. അവർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അനിൽ മറുപടിയുമായിട്ട് വന്നത് എന്നായിരിക്കും ഇവർ പറയുക. അതൊരു മനഃശാസ്ത്രതന്ത്രം കൂടിയാണ്. കാരണം അന്ന് ആ ഡിബേറ്റ് നടത്തിയ അൽക്കൊടിത്തോട്ടം പാസ്റ്റർ അടക്കമുള്ള ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളും ഞാനും തമ്മിൽ തെറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രചാരണമായിട്ട് അവർ വരിക, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം വാദത്തിനുള്ള മറുപടി ആദ്യമേ പറയാം. ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് സമയബന്ധിതമാണ്. അങ്ങനെയുള്ള സമയബന്ധിതമായ ഒരു സംവാദത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എതിരാളികളുടെ വാദങ്ങളൊന്നുമല്ല, എതിരാളിയുടെ വാദമല്ല, സമയമാണ് അവരുടെ വലിയ പ്രശ്നം. കാരണം എതിരാളി 1-2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 10-15 മണ്ടത്തരങ്ങൾ പറയും. ഇത് മണ്ടത്തരമാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ മണിക്കൂറുകൾ എടുക്കണം. പക്ഷെ നമുക്കതിന് സമയമില്ല. വിഷയാവതരണം ഇത്ര മിനിറ്റ്, ഖണ്ഡന ഇത്ര മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുക, അത്ര സമയമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി പ്രധാനപ്പെട്ട പോയിന്റുകൾക്ക് മറുപടി പറയുകയും അല്ലെങ്കിൽ ആ ഡിബേറ്റിൻ്റെ വിഷയം എന്താണോ ആ വിഷയത്തോട് നീതി പുലർത്തുന്ന ചോദ്യങ്ങളോ ആരോപണങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. അല്ലാത്തത് ഒഴിവാക്കി വിടുകയും ചെയ്യും. അല്ലെങ്കിൽ 1-2 വാക്കിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞ് ഒഴിവാക്കി വിടും. അതേ പറ്റുള്ളൂ. ഞാനും ഒരു ഡിബേറ്റർ എന്നുള്ള നിലയിൽ നമുക്കറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ ഇവിടെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പിനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ആ സംവാദത്തിലെ വിഷയം കേരളത്തിലെ മിഷണറിമാരെന്നുള്ളതായിരുന്നില്ല, അത് ധാർമ്മികത എന്നുള്ളതായിരുന്നു. മൊറാലിറ്റി, ധാർമ്മികത ക്രിസ്ത്യാനിറ്റിയിലാണോ അതോ നിരീശ്വരവാദത്തിലാണോ എന്നുള്ളതാണ്. ആ വിഷയത്തിലാണ് ഡിബേറ്റ് നടക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു വാദം വന്നത്. എന്നാൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ, കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാർ അടിമത്തത്തോടുള്ള ബന്ധത്തിൽ അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അതാണ് മെയിൻ ടോപ്പിക്ക്. അപ്പോൾ അതിന് വിശദമായിട്ട് തന്നെ മറുപടി പറയേണ്ടി വരും. ആ ഡിബേറ്റിൽ അതായിരുന്നില്ല വിഷയം എന്നുള്ളതുകൊണ്ട് അൽക്കൊടിത്തോട്ടവും കൂട്ടരും എന്താണ് 1-2 വാക്കുകളിലും മറുപടി പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരും അടിമത്തം എന്നുള്ള വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണമാണ്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഈ ക്ലിപ്പ്, അതായത് ഈ രാജഗോപാൽ വാഗ്ദാനത്തിൻ്റെ ഈ സംവാദം ഞാൻ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദം കംപ്ലീറ്റ് ഞാൻ കേട്ടിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പണ്ടെപ്പോഴോ അദ്ദേഹത്തിൻ്റെ ഒരു ഡിബേറ്റ് ഞാൻ കേൾക്കാനിരുന്നതാണ്. എന്നാൽ ഒരു 4 മിനിറ്റൊന്നും ആയില്ല, 3 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനത് നിർത്തി. കാരണം അത്രയധികം ലോജിക്കൽ ഫാലസികളാണ് അദ്ദേഹം അടിച്ചു വിടുന്നത്. ഇവർ യുക്തിവാദികൾ എന്നൊക്കെ പറയും. യുക്തിവാദികളുടെ സംസാരത്തിലൊന്നും ഒരിക്കലും ലോജിക്കൽ ഫാലസി വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ലോജിക്കൽ ഫാലസിയുടെ അയ്യരുകളിയായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറിയാണ്, വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആൾ, യുക്തിരേഖ എന്ന് പറഞ്ഞ മാസികയുടെ എഡിറ്ററായിരിക്കുന്ന ആൾ, ഇത്രമാത്രം ന്യായവൈകല്യങ്ങൾ അല്ലെങ്കിൽ തർക്കാഭാസങ്ങൾ, ലോജിക്കൽ ഫാലസികൾ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി വിട്ടു. ഈ ക്ലിപ്പ്, ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് പോലും ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം മിഷണറിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ടൈം ഒന്ന് പറഞ്ഞാൽ മതി, എവിടെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയം പറഞ്ഞാൽ ആ ഭാഗം മാത്രം ഞാൻ കേട്ടത് കട്ട് ചെയ്തെടുക്കാം, മൊത്തം അദ്ദേഹത്തിൻ്റെ ഇത് കേൾക്കാൻ അതിനുള്ള ത്രാണി എനിക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം സമയം പറഞ്ഞു, ആ സമയമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന ക്ലിപ്പിനകത്ത് പലവിധമായ തന്ത്രങ്ങൾ, സംവാദത്തിൻ്റെ ഇടയിൽ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളിൽ പലതും ലോജിക്കൽ ഫാലസികളുമാണ്. ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ കേൾക്കും. ഈ പ്രധാനമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഗിഷ് ഗാലപ്പ് എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. അത് വെച്ചെടുത്തു. ഈ ഗിഷ് ഗാലപ്പ് എന്ന് പറയുന്നത് കൃത്യതയോ സാധുതയോ പ്രസക്തിയോ ഒട്ടും പരിഗണിക്കാതെ അവ്യക്തമായ ഒട്ടനവധി വാദങ്ങൾ ഒരേ സമയം നിരത്തി എതിരാളിയെ ഉത്തരം മുട്ടിക്കുന്ന ഒരു സംവാദതന്ത്രമാണ്.
ഒരെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതിക്ക് വെച്ച് നിർത്തി അടുത്തേക്ക് ചാടും. ആ വാചകം പോലും പൂർത്തിയാക്കാതെ അടുത്തേക്ക് ചാടും, അടുത്തേക്ക് ചാടും, അടുത്തേക്ക് ചാടും. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരേ ഒറ്റ തച്ചിനിൽ അങ്ങോട്ട് പറയുന്ന സമയത്ത് ഇതിന് ഏതിനാ മറുപടി പറയണ്ടേ? എതിരാളി ആശയക്കുഴപ്പത്തിലാവും. അതൊരു തന്ത്രമാണത്. അപ്പം ഇതിനെ ഒരു ലോജിക്കൽ ഫാലസി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ചിന്താഗതിയിലെ പിഴവുകളല്ല. പക്ഷേ ഈ വാദങ്ങളുടെ എണ്ണം കൊണ്ട് എതിരാളിയെ അല്ലെങ്കിൽ കേൾവിക്കാരെ അമ്പരപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന തന്ത്രം ഇതാണ്. അപ്പം ഞാൻ ഈ ഗിഷ് ഗാലപ്പിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പാകെ ഇത് തെളിവ്, ഞാൻ ഈ ചുമ്മാ പറഞ്ഞതല്ല, ഇത് വസ്തുതാപരമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജെമിനിയോട് AI ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ AI പറഞ്ഞ കാര്യമാണിത്. ഇത് ഇങ്ങനെ ഒരു തന്ത്രം കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെ നേരിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാരണം അവർ 1 മിനിറ്റ് കൊണ്ട് 10 നുണകൾ പറയും. ആ 10 നുണകൾ തിരുത്താൻ നിങ്ങൾ 10 മണിക്കൂർ ചിലവാക്കേണ്ടി വരും. മനസ്സിലായി? 1 മിനിറ്റിനിടയിൽ ഒരു വാചകത്തിൽ നിന്ന് അടുത്തേക്ക് ചാടുകയാണ്, അടുത്തേക്ക് ടപ്പയെന്ന് പോവും. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 10 നുണ പറയും. ഈ 10 നുണ തിരുത്താൻ നമ്മൾ 10 മണിക്കൂർ ചിലവഴിച്ചാലും സാധിക്കുകയില്ല. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അത്. അപ്പോൾ ഇത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ ഞാനപ്പോൾ ഒരെണ്ണം കൂടി ചോദിച്ചു ഇതിനെങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളത്. ഇത് നമുക്കറിയത് അറിയാവുന്നതാണ്, പക്ഷെ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം ഇതാണ്, എല്ലാത്തിനും മറുപടി പറയാൻ നിൽക്കരുത്. നമുക്ക് സമയമില്ല എല്ലാ മറുപടി പറയാൻ. അതിൻ്റെ മെയിനായിട്ടുള്ള നട്ടെല്ലായിട്ട് നിൽക്കുന്ന ആ വാദം എന്താണോ അത് നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് പറയാം. കാരണം അതിനെ സമയം കിട്ടുള്ളൂ ഒരു ഡിബേറ്റിനകത്ത്. അത് എക്സ്പോസ് ചെയ്തിട്ട് പറയണം അതേ കണ്ട ഇദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ നട്ടെല്ല് തന്നെ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ ഇങ്ങനെയാണ്, ബാക്കിയുള്ള എല്ലാ വാദങ്ങളും ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാകാനേ പറ്റുകയുള്ളൂ. അല്ലാതെ എല്ലാത്തിനും മറുപടി പറയാൻ പോയാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് പറയും, കേൾവിക്കാർക്കത് തൃപ്തികരമായിരിക്കില്ല. അവരുടെ ഉള്ളിൽ മറ്റേയാൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും, ബൈബിളിനെതിരായാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരായ ആൾ പറഞ്ഞ കാര്യങ്ങൾ, അതിനൊന്നും നമുക്ക് മറുപടി ഇല്ല എന്ന ആളുകൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് അന്ന് അവിടെ നേരിട്ടത് കൊണ്ടാണ് അവർ മെയിനായിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കി വിട്ടത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു തന്ത്രമുണ്ട്. അത് ഈ അനാക്കൊലത്തൂൺ എന്ന് പറയുന്ന ഒരിടപാടാണ്. ഇതൊക്കെ പേരുകളൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അനാക്കൊലത്തൂൺ എന്ന് പറയുന്നത് വാക്യഘടനയിലുള്ളൊരു പ്രശ്നമാണ്. അതായത് ഇത് ഒരു ലോജിക്കൽ ഫാലസി എന്ന് പറയാൻ പറ്റില്ല, വ്യാകരണപരമായിട്ടുള്ളൊരു തന്ത്രമാണ്. ഒരു വാചകം തുടങ്ങും, പക്ഷെ അത് പൂർത്തിയാക്കില്ല. ആ വാചകം പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് അടുത്തേക്ക് പോവും, അതും പൂർത്തിയാക്കില്ല, അവിടുന്ന് അടുത്തേക്ക് പോവും. അപ്പം ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആശയം വ്യക്തമാവും. കേൾക്കാൻ എതിർവശത്തിരിക്കുന്നവൻ ആശയം വ്യക്തം, ഇയാൾ ഇന്നതാണ് പറയുന്നത്, ഇയാളുടെ പ്രസ്താവന ഇതാണ്. അപ്പോൾ നമ്മുടെ മുമ്പാകെ ഒരു പ്രസ്താവന കിട്ടി, ആ പ്രസ്താവന നമുക്ക് ഖണ്ഡിക്കാം. പക്ഷേ ഇത് അപൂർണമായൊരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇയാൾ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാതെ വരുമ്പോൾ നമുക്കതിനെ ഖണ്ഡിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതൊരു തന്ത്രമാണ്. കേൾവിക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ, അതുപോലെ അവരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു പരിപാടിയാണത്. അതും ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു തന്ത്രം കൂടി ഇതിനകത്തുണ്ട്. അത് ഈ പ്രൂഫ് ബൈ അസർഷൻ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ബൈ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഒരു തന്ത്രമാണ്. അതൊരു ലോജിക്കൽ ഫാലസിയാണ് ഈ പ്രൂഫ് ബൈ അസർഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം രേഖകൾ വെച്ച് സ്ഥാപിക്കുന്നതിന് പകരം അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വസ്തുതകൾ ഇങ്ങനെയാണെന്നും പറഞ്ഞ് നമ്മൾ പ്രമാണരേഖകൾ റെഫറൻസുകൾ വെച്ച് സ്ഥാപിക്കുകയല്ല, പറഞ്ഞത് പിന്നെയും പറയുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ ഗീബൽസിൻ്റെ ഒരു തന്ത്രമുണ്ടല്ലോ, ഒരു നുണ 100 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ചാൽ അത് സത്യമാണെന്ന് ആളുകൾ വിചാരിക്കാൻ തുടങ്ങും. അതൊരിക്കലും സത്യമാവില്ല, നുണ എപ്പോഴും നുണ തന്നെയാണ്, സത്യമാവില്ല. പക്ഷെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഇത് സത്യമാണെന്ന് ധരിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു പരിപാടിയാണിത്. ഈ ലോജിക്കൽ ഫാലസികളെക്കുറിച്ചും സംവാദതന്ത്രങ്ങളെക്കുറിച്ചും അറിയാത്ത ആളുകൾ ഇപ്പോൾ ഇവരുടെ ഈ ഡിബേറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ചുമ്മാ കേൾക്കുകയുള്ളൂ. പക്ഷേ ഇത് അറിയാവുന്നവരെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ഈ പറയുന്ന ഈ വാദം ലോജിക്കൽ ഫാലസിയാണ്, ഇത് ഇന്ന ഫാലസിയാണ്, ഇത് ഇന്നതാണല്ലോ, നമുക്ക് ഓരോന്നോരോന്നും മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ പ്രയാസം വരുന്നത്, ബുദ്ധിമുട്ട് നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ ഇതുവരെ പൂർണ്ണമായിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം ഇതാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ വാദം കേൾക്കുമ്പോൾ നമുക്കിത് പൊള്ളത്തരാണെന്ന് മനസ്സിലാവും. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് കൊടിത്തോട്ട സാറിനുള്ള ബഹുമാനം വെച്ചുകൊണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ അട്ടർ ഫുളറിയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ചുള്ള പുതിയ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പന്മൻ രാമേന്ദ്രന്മാരുടെ, വിനീത് പോളിന്റെ ഒക്കെ പുസ്തകങ്ങൾ അടിമത്തത്തെക്കുറിച്ച്. അടിമത്തം കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതിൽ, അടിമകളെ കച്ചവടം ചെയ്തതിൽ
കേരളത്തിലെ സഭകൾക്കുണ്ടായിരുന്ന പങ്കിനെ കുറിച്ച്, ഈ 6 ദിവസം കൊച്ചിയിലെ നിരവധി പള്ളികളിൽ 6 ദിവസം അടിമകളെ കൂട്ടിയിടുന്ന സ്ഥലമായിരുന്നു കൊച്ചിയിലെ പല പള്ളികളുമെന്നും 7-ാം ദിവസം അടിമകളെ മാറ്റി നിർത്തിയിട്ട് അവിടെ കുർബാന നടത്തിയിരുന്നു എന്നുള്ള കഥകളൊക്കെ ചരിത്ര രേഖകൾ സഹിതം. എന്തിനു മുണ്ടക്കയത്ത്, എന്തിന് കോട്ടയത്തെ ഹെൻറി ബേക്കർ ജൂനിയറും സീനിയറും കാണിച്ച വൃത്തികേടുകൾ നീ എന്നെ പറയും. കേരളത്തിലെ പറയ പുലിയ സമുദായങ്ങളെ അവർ പേടിച്ചോടി, തെക്കൻ കേരളത്തിൽ നിന്ന് പേടിച്ചോടി മുണ്ടക്കയത്ത് വന്നിട്ട് അവരുടെ പുറകെ വന്ന് അവരെ അടിമകളാക്കി അവരുടെ കൈയും കാലും കെട്ടി ഇട്ടുകൊണ്ട് തന്നെ തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചത് ഇതേ ഹെൻറി ജൂനിയറും സീനിയറുമായിരുന്നുവെന്നും അവർക്ക് വേണ്ടി പഠിത്ത വീട് എന്ന് പറഞ്ഞ് CMS കോളേജ് ഉണ്ടാക്കിയിട്ട് 4-ാം ക്ലാസ്സിനപ്പുറത്തേക്ക് ഒരു വലിയ കുട്ടിയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ഹെൻറി എന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വേണമെങ്കിൽ അതിന്റെ ധാരാളം പുസ്തകങ്ങൾ മലയാളം ഇംഗ്ലീഷിലുള്ള നിങ്ങൾ നായർ മേധാവിയോ റോബിൻ ജെഫ്രിയുടെ പുസ്തകം മാത്രം വായിക്കൂ, അല്ലെങ്കിൽ ദന്തസിംഹാസന്റെ പുസ്തകം വായിക്കൂ. മലയാളത്തിൽ ധാരാളം പുതിയ കൃതികൾ ഇറങ്ങി പുതിയത് വായിക്കണം. അടിമത്തം കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതിൽ ക്രൈസ്തവ മിഷണറിമാർക്കുള്ള പങ്ക് വിനിൽ പോളിനെ പോലെ, അല്ലെങ്കിൽ സണ്ണി കബിക്കാടിനെ പോലെ, അല്ലെങ്കിൽ സനൽകുമാറിനെ പോലുള്ള ആളുകൾ ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പഠിക്കാതെ ക്രിസ്ത്യൻ നാമധാരികളെല്ലാം കേരളത്തിൽ ഇതൊന്നും അങ്ങനെയല്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് കേരളത്തിൽ സുവിശേഷകന്മാർ 100 കണക്കിന് വന്നിരുന്നെങ്കിൽ പോലും അയ്യൻകാളി വേണ്ടി വന്നു. കേരളത്തിലെ ഇനിയുണ്ട് അദ്ദേഹം പറയേണ്ടിയിരുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ്, പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോവുകയാണ്. അതായത് മിഷണറിമാരെ കംപ്ലീറ്റ് തിരസ്കരിച്ചുകൊണ്ടുള്ളതാണ്. ആ ഭാഗത്തിനുള്ള മറുപടി പിന്നീട് സാക്ഷിയുടെ അടുത്ത പ്രോഗ്രാമിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹം ഞാൻ പറഞ്ഞ തന്ത്രങ്ങൾ പലതും ഉപയോഗിക്കുന്നത്. വാചകഘടന പൂർത്തിയാക്കുന്നത് പോലും ഇല്ല, അടുത്തതിലേക്ക് കടക്കുന്നു, ഒരേ സമയം കുറേ കാര്യങ്ങൾ ഇതായിട്ട് വരുന്നു. അദ്ദേഹം നമ്മളോട് കുറേ പുസ്തകങ്ങൾ വായിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പുസ്തകങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, ഈ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകങ്ങൾ. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളാണ്. ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് രാജഗോപാൽ വാഗത്താനത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ പുസ്തകങ്ങൾ അദ്ദേഹം കണ്ടിട്ടെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100-101% സത്യമാണ്. കാരണം ഈ പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ പറഞ്ഞതെല്ലാം. ഈ പുസ്തകത്തിൽ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ അടിമത്തം അവസാനിപ്പിക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഈ പുസ്തകങ്ങളിലുള്ളത്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നേരെ തിരിച്ച് ആ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ട്, എഴുത്തുകാരുടെ പേര് പറഞ്ഞിട്ട്, അതിൽ തന്നെ ചരിത്രകാരന്മാരല്ലാത്തവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ അതൊരു ലോജിക്കൽ ഫാലസിയാണത്. ആളുകളുടെ പേരൊക്കെ അടിച്ചു വിടുന്നു. പുസ്തകങ്ങൾ പോലും കംപ്ലീറ്റ് പറയുന്നില്ല. നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്നുള്ള പുസ്തകത്തിൻ്റെ പേര് പോലും പറയുന്നത് നായർ മേധാവി പോലല്ല, മേധാരാന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ഇതെല്ലാം ഓരോ തന്ത്രമാണ് ഇവരുടെ. ഈ സംവാദത്തിന് ഇവർ ഉപയോഗിക്കുന്ന ഇവരുടെ ഓരോ തന്ത്രമാണ്. ഇദ്ദേഹം പറഞ്ഞതിൽ ഒരെണ്ണം മാത്രമാണ് അർദ്ധസത്യമുള്ളത്. അതിൻ്റെ പകുതി സത്യമാണ്, ബാക്കിയല്ല. ബാക്കിയുള്ളതെല്ലാം അസത്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഈ അർദ്ധസത്യം എന്താണെന്ന് നോക്കാം. അടുത്ത ക്ലിപ്പൊന്ന് കേൾപ്പിച്ചോണ്ട്. എനിക്ക് കൊടിത്തോട്ട സാറിനോട് ബഹുമാനം വെച്ചുകൊണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ അട്ടർ ഫുളറിയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ചുള്ള പുതിയ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പന്മൻ രാമേന്ദ്രന്മാരുടെ വിനീത് പോളിന്റെ ഒക്കെ പുസ്തകങ്ങൾ അടിമത്തത്തെക്കുറിച്ച്. അടിമത്തം കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതിൽ, അടിമകളെ കച്ചവടം ചെയ്തതിൽ കേരളത്തിലെ സഭകൾക്കുണ്ടായിരുന്ന പങ്കിനെ കുറിച്ച്, ഈ 6 ദിവസം കൊച്ചിയിലെ നിരവധി പള്ളികളിൽ 6 ദിവസം അടിമകളെ കൂട്ടിയിടുന്ന സ്ഥലമായിരുന്നു കൊച്ചിയിലെ പല പള്ളികളുമെന്നും 7-ാം ദിവസം അടിമകളെ മാറ്റി നിർത്തിയിട്ട് അവിടെ കുർബാന നടത്തിയിരുന്നു എന്നുള്ള കഥകളൊക്കെ ചരിത്ര രേഖകൾ സഹിതം. എന്തിനു മുണ്ടക്കയത്ത് പിന്നെ അടുത്തേക്ക് പോയി. അത് രേഖകൾ സഹിതം തെളിയിച്ചിട്ടുണ്ടെന്നാണോ തെളിയിച്ചില്ല എന്നാണോ? രേഖകൾ സഹിതം തെളിയിച്ചിട്ടുണ്ടെന്നാണോ പറഞ്ഞത്, തെളിയിച്ചിട്ടില്ല എന്നാണോ? രണ്ടും പറഞ്ഞില്ല പുള്ളി. പറയാതെ അടുത്തേക്ക് പോയി. ഇനി മുണ്ടക്കയത്ത് കോട്ടയെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. അവിടെയല്ല, അവിടെ നിർത്തിയിട്ട് അപ്പം തന്നെ CMSലേക്ക് പോകണം. പിന്നെ CMSലേക്ക് അടുത്ത വാചകത്തിലേക്ക് പോകുന്നു. നമ്മളല്ല, ഇതൊരു തന്ത്രമാണ്, സംവാദതന്ത്രമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം അട്ടഹാസം പോലെ ഉയരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതേ ഒച്ച ഉണ്ടാക്കിയിട്ട് ഈ കാര്യം ഞാൻ പറയുന്നത് വസ്തുതയാണ്, സത്യമാണ് തെളിയിക്കാനുള്ള ശ്രമം, അല്ലാതെ ഒരു രേഖയും നിരത്തുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് അടിമകളെക്കുറിച്ചുള്ള, കേരളത്തിലുണ്ടായിരുന്ന അടിമത്തത്തെക്കുറിച്ച് പുതിയ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലെ പഠനങ്ങൾ പ്രകാരം 6 ദിവസം കൊച്ചിയിലെ നിരവധി പള്ളികൾ അടിമകളെ പൂട്ടിയിടുന്ന സ്ഥലങ്ങളായിരുന്നു. 7-ാം ദിവസം അടിമകളെയൊക്കെ മാറ്റി അവിടെ കുർബാന നടത്തുകയായിരുന്നു. അതൊക്കെ ചരിത്ര രേഖകൾ സഹിതം ഇപ്പോൾ പുതിയ പുസ്തകങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ ഈ ഒച്ച, അതാ സാധാരണഗതിയിലല്ല പറയുന്നത്, ഒച്ച ഉയർത്തിയിട്ട് അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്.
ഈ നിരീശ്വരവാദികളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴൊക്കെ അവർ ഒച്ച ഉയർത്തി സംസാരിക്കുന്നുണ്ടോ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം അവൻ ആ പറയുന്നത് കള്ളമാണ്. നിരീശ്വരവാദികളായിട്ട് നിങ്ങൾ തർക്കത്തിലോ വാദത്തിലോ ഏർപ്പെടുമ്പോൾ എപ്പോഴൊക്കെ അവർ ശബ്ദം ഉയർത്തുന്നുണ്ടോ അപ്പം മനസ്സിലാക്കിക്കോ ഇത് അട്ടർ ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ പച്ച നുണയാണ്, പച്ച കള്ളമാണ്. അത് നമ്മളെ സ്ഥാപിക്കാൻ വേണ്ടി, ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒച്ച ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിൽ അടിമകളെ കച്ചവടം ചെയ്തതും അടിമത്തം കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതും ഒക്കെ ക്രിസ്ത്യൻ സഭകളാണ്. അപ്പോൾ ഇത് പുതിയ പഠനങ്ങൾ വഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൻ്റെ വസ്തുതകൾ നമ്മൾ നോക്കിയാൽ കൊച്ചിയിലെ നിരവധി പള്ളികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിരവധി പള്ളികൾ, ഇദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞത്, നിരവധി പള്ളികൾ എന്നാണ് പറഞ്ഞത്. അടിമകളെ പൂട്ടിയിടുന്ന സ്ഥലങ്ങളായിരുന്നോ? അല്ല, അങ്ങനെ ഒരു പുസ്തകത്തിലും ഇല്ല, അതില്ല. എന്നാൽ ഒരു പള്ളിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് വസ്തുതയാണ്. ഒരു പള്ളിയിൽ, ഫോർട്ട് കൊച്ചിയിലെ ഒരു പള്ളിയിൽ, അത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ പള്ളിയായിരുന്നു, അവരങ്ങനെ ചെയ്തതായിട്ടുള്ള ഒരു രേഖയുണ്ട്. അപ്പോൾ അതിനെയാണ് ഇദ്ദേഹം നിരവധി പള്ളികളാക്കിയിട്ട് അവതരിപ്പിച്ചത്. ഇനി ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ കാര്യം അതിപ്പോൾ പുതിയ പഠനങ്ങൾ വഴി വെളി വന്നാണോ എന്ന് വെച്ചാൽ അല്ല, ഇപ്പോഴൊന്നുമല്ല, ഇതിന് മുമ്പേ ഉണ്ട്. ഇപ്പോൾ 1983 ആദ്യ പ്രതി ഇറങ്ങുന്ന ഇതാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും, PK ബാലകൃഷ്ണൻ്റെ 1983 ഇറങ്ങിയതാണ്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ 183 പേജിൽ ഡച്ചുകാരുടെ കാലത്ത് ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഫോർട്ട് കൊച്ചിയിലെ പള്ളി തട്ടിക്കൊണ്ടുവന്നവരോട് വാങ്ങിയവരും അതല്ലാതെ അധീനത്തിലായവരുമായ നാട്ടുകാരെ അടിമകളായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഗോഡൗണായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കാണുന്നു. PK ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും, പേജ് 153. അപ്പം ഇത് പുതിയ കണ്ടെത്തലൊന്നുമല്ല, വിലിൽപോളോ അല്ലെങ്കിൽ ഇക്കാലത്തെ ചരിത്രകാരന്മാർ ആരെങ്കിലും കണ്ടെത്തിയതല്ല, 1983 ഇനി PK ബാലകൃഷ്ണന് ഈ വിവരം എവിടെ നിന്നാണ് കിട്ടിയത്? അതും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഡോക്ടർ ഫ്രാൻസിസ് ഡേ എഴുതിയ ദ ലാൻഡ് ഓഫ് ദ പെരുമാൾസ് ഓർ കൊച്ചിൻ ഇറ്റ്സ് പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം കൊടുത്തിരിക്കുക PK ബാലകൃഷ്ണൻ കൊടുത്ത റെഫറൻസ് ലാൻഡ് ഓഫ് ദ പെരുമാൾസ് ആണ്. ലാൻഡ് ഓഫ് ദ പെരുമാൾസിൻ്റെ 183, 184 പേജ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഈ ലാൻഡ് ഓഫ് പെരുമാൾസ് എന്ന് പറയുന്ന പുസ്തകം ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്, സൗജന്യമായിട്ടിത് കിട്ടും. പക്ഷേ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിൽ പേജ് നമ്പർ വേറെയാണ്. PK ബാലകൃഷ്ണൻ റെഫർ ചെയ്ത പുസ്തകമല്ല ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അത് വേറെ ആരോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അത് അദ്ദേഹം നോക്കിയതല്ല. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമുക്ക് കിട്ടുന്ന ആ പേജ് നമ്പർ 171 പേജാണ്. 171 പേജിൽ ഫുട് നോട്ടായിട്ട് ഫ്രാൻസിസ് ഡേ ഈ കാര്യം പറയുന്നുണ്ട്. ഫുട് നോട്ടിൽ പറയുന്നത് റിപ്പോർട്ട് സേസ് ദാറ്റ് ദ ചർച്ച് വാസ് ഒക്യുപ്പൈഡ് ആസ് എ സ്ലാവ് ഗോ ഡൗൺ ഓൺ സ്പെഷ്യൽ എമർജൻസീസ് ആൻഡ് ദാറ്റ് ഓൺ വീക്ക് ഡേയ്സ് when the sacred edifice was not required for religious purpose, it was employed to keep those unfortunate creatures in who had usually been carried off by the Maplas and sold to the Dutch who shipped them to Ceylon, Batavia and Cape and other places. അതായത് ഇങ്ങനെയാണ്, പ്രത്യേകമായ അടിയന്തര സാഹചര്യങ്ങളിൽ ആ പള്ളി, അതായത് കൃത്യമായിട്ട് ഒരു പള്ളിയാണ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്. പ്രത്യേകമായ അടിയന്തര സാഹചര്യങ്ങളിൽ ആ പള്ളി അടിമകളെ സൂക്ഷിക്കുന്ന ഗോഡൗണായി ഉപയോഗിച്ചിരുന്നു എന്നും മതപരമായ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതിരുന്ന ആഴ്ചയിലെ സാധാരണ ദിവസങ്ങളിൽ, അതായത് ഞായറല്ലാത്ത മറ്റു ദിവസങ്ങളിൽ മാപ്പിളമാർ തട്ടിക്കൊണ്ടുപോയി ഡച്ചുകാർക്ക് വിറ്റിരുന്ന നിർഭാഗ്യവാന്മാരായ ആ മനുഷ്യരെ പള്ളിയിൽ പൂട്ടിയിട്ടിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡച്ചുകാർ ഇവരെ സിലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്രീലങ്ക, സിംഹളം. ബറ്റാവിയ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലാണ്, ജക്കാർത്തയുടെ പഴയ പേരാണ്. ബറ്റാവിയ, കേപ്പ് ടൗൺ അത് ദക്ഷിണാഫ്രിക്കയിലാണ്. മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കപ്പൽ കയറ്റി അടിമകളായി കൊണ്ടുപോയിരുന്നു. ഇതാണ് ഈ പുസ്തകം 1665 കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഫ്രാൻസിസ് ഡേ പറയുന്നത് 1665 നടന്ന കാര്യത്തെക്കുറിച്ചാണ്. ആ പുസ്തകം, ഫ്രാൻസിസ് ഡേ പുസ്തകം എഴുതുന്നത് 1863 അപ്പോൾ 1863 മുതലുള്ള കാലത്ത്, അല്ലെങ്കിൽ കേരള ചരിത്രം പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ചരിത്രം അറിയാം. ഇത് 2000-ന് ശേഷം കണ്ടുപിടിച്ച പുതിയ കാര്യമൊന്നുമല്ല, പണ്ടേ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ അടിമത്തം നിയമവിധേയമായിരുന്ന കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർക്ക് തന്നെ, തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഏതാണ്ട് 1.5 ലക്ഷത്തോളം അടിമകളുണ്ടായിരുന്നു അവരുടെ കീഴിൽ. കൊച്ചി രാജാവിൻ്റെ അടുത്തും അത്രയൊന്നും വരില്ല, എന്നാലും ഒരു 60,000-ഓളം അടിമകൾ കൊച്ചി രാജാവിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ രാജാക്കന്മാർക്ക് തന്നെ അടിമകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കാലഘട്ടം ഏതായാലും ശരി, ചെയ്തത് തെറ്റ് തന്നെയാണ്, പള്ളിക്കാരാ ചെയ്തത്
തെറ്റായ കാര്യം തന്നെയാണ്. അതിനെ നമുക്ക് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല, നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. അത് ഒരു ക്രിസ്ത്യാനി അതിനെ ന്യായീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ വിവരം അറിയാതിരിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ ഇത് മൂടിമറച്ച് വെച്ചിട്ടൊന്നുമില്ല. ചരിത്രത്തിൽ നടന്ന ഈ കാര്യത്തെ ഇദ്ദേഹത്തിൻ്റെ വാദം കേട്ടാൽ തോന്നുന്നത് ഇതൊക്കെ മൂടിമറച്ച് വെച്ചു, ഇപ്പോൾ ആധുനിക കാലത്ത് പുതിയ പഠനങ്ങൾ നടത്തിയിട്ട് അതൊക്കെ വെളിയിൽ കൊണ്ടുവന്നു എന്നാണ് തോന്നുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രാൻസിസ് ഡേ ഇക്കാര്യം എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മളാരും അറിയാൻ പോകുന്നില്ല. അപ്പം ഇത് ക്രിസ്ത്യാനികൾ തന്നെ ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരും മറച്ചു വെച്ചതല്ല, ചരിത്രത്തിൽ നടന്നു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇത് അവതരിപ്പിച്ച രീതി എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് കൊച്ചിയിലെ നിരവധി പള്ളികളിൽ 6 ദിവസം അടിമകളെ പൂട്ടിയിടുകയും 7-ാം ദിവസം അടിമകളെ മാറ്റിയിട്ട് ആ പള്ളികളിൽ കുർബാന നടത്തുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പം നിരവധി പള്ളികളിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ മുഴുവൻ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ മൊത്തം ഇങ്ങനെ ആയിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ആകെ ഒരേ ഒരു പള്ളി മാത്രം നടന്ന കാര്യമാണ് ഇങ്ങനെ അദ്ദേഹം കേൾവിക്കാരെ വഞ്ചിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട്. ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. ഈ ഫാലസിയുടെ പേര് ഹാസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്നാണ്. ഹാസ്റ്റി ജനറലൈസേഷൻ അതായത് ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ വെക്കുമ്പോൾ, ഒരു വാദമുഖം സ്ഥാപിക്കുമ്പോൾ ചെറിയതോ അപര്യാപ്തമോ ആയ തെളിവുകളെയോ ഉദാഹരണങ്ങളെയോ മാത്രം അടിസ്ഥാനമാക്കി ഒരു വലിയ കൂട്ടം ആളുകൾക്കോ വസ്തുക്കൾക്കോ സാഹചര്യങ്ങൾക്കോ ബാധകമാകുന്ന ഒരു പൊതുവായ നിഗമനത്തിൽ എത്തുന്നത് വഴി സംഭവിക്കുന്ന യുക്തിപരമായ തെറ്റിനെയാണ് ഹാസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം ചെയ്തത് ആകെ ഒരേ ഒരിടത്ത് നടന്ന കാര്യം എടുത്തിട്ട് എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. അപ്പം ഇദ്ദേഹം വളരെ ദീർഘമായ കാലം യുക്തിവാദ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. യുക്തിരേഖ എന്ന് പറയുന്ന മാസികയുടെ എഡിറ്ററുമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെയുള്ള ലോജിക്കൽ ഫാലസികൾ പറയാൻ പാടില്ലാത്തതാണ്. അവർ പറയുന്നത് വസ്തുതയായിരിക്കണം. ഒരുത്ത യുക്തിവാദി എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന കാര്യം യുക്തിപരമായിട്ട് ശരിയായിരിക്കണം. അതിൻ്റെ അകത്ത് യുക്തിയാഭാസം അല്ലെങ്കിൽ ന്യായവൈകല്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ച്, യുക്തിവാദികളെന്ന് പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദികളെ സംബന്ധിച്ച് അവർക്ക് ഈ ലോജിക്കൽ ഫാലസികളൊന്നും വിഷയമല്ല. ലോജിക്കൽ ഫാലസികളുടെ ഉസ്താദുമാരാണ് അവർ. അതിപ്പോൾ സി രവീന്ദ്രനായാലും വിശ്വനാഥൻ ചാത്തോത്തായാലും അല്ല ഇപ്പോൾ രാജഗോപാൽ വാഗത്താനായാലും ആരായാലും ധാരാളം യുക്തിവൈകല്യങ്ങളാണ് അവരുടെ ഓരോ വാക്കുകളിലുള്ളത്. ഇതിൽ വേറൊരു കൂടിയുണ്ട്, ഒരു കോമഡി കൂടിയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പുസ്തകങ്ങൾ നമുക്ക് ആ ക്ലിപ്പിൻ്റെ ആദ്യ ഭാഗം ഒന്നുകൂടി കിട്ടുമോ? അതിലെ ഈ അടിമത്തത്തെക്കുറിച്ച് ഇറക്കിയ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ 2 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. നിങ്ങൾ ആ പേരുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ അട്ടർ ഫുളറിയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ചുള്ള പുതിയ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പന്മൻ രാമേന്ദ്രന്മാരുടെ, വിനീൽ പോളിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ അടിമത്തത്തെക്കുറിച്ച്. അടിമത്തം കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതിൽ. അപ്പം ഇതിൽ രണ്ടാമത് പറയുന്ന പേര് വിനീൽ പോളിൻ്റെയാണ്. വിനീൽ പോൾ നമുക്കറിയാവുന്ന പോലെ, നമ്മൾ പലർക്കും അറിയാവുന്ന പോലെ ഡോക്ടർ വിനീൽ പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനാണ്. അതിലാർക്കും ഒരു സംശയമില്ല. അദ്ദേഹം ധാരാളം കേരളത്തിൻ്റെ ഭൂതകാലത്തുണ്ടായിരുന്ന അടിമത്തത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട പല വിവരങ്ങളും ഗവേഷണം നടത്തി പുസ്തക രൂപത്തിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് വിനീൽ പോൾ. അത് ഓക്കെ, വിനീൽ പോളിൻ്റെ പേര് നമുക്ക് ഓക്കെ മനസ്സിലായി. പക്ഷെ അദ്ദേഹം ആദ്യം പറഞ്ഞ പേര് ശ്രദ്ധിച്ചോ? ആദ്യം അദ്ദേഹം പറഞ്ഞ പേര് പന്മന രാമൻ നായർ എന്നാണ്. പന്മന രാമൻ നായർ, ആ പേരിലൊരു ചരിത്രകാരനുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രകാരനുണ്ടോ? ഇല്ല. പന്മന രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അത് ഉണ്ടായിരുന്നു, മരിച്ചുപോയി ഇപ്പോൾ അദ്ദേഹം. പന്മന രാമചന്ദ്രൻ നായർ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചരിത്രകാരനല്ല, ഭാഷാ പണ്ഡിതനാണ്. നല്ല മലയാളം എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ പല പങ്ക്തികൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളതെല്ലാം, അദ്ദേഹം എഴുത്തുകാരനാണ്, എഴുതിയിട്ടുള്ളതെല്ലാം ഭാഷ സംബന്ധമായി സാഹിത്യ സംബന്ധമായ കാര്യങ്ങളാണ്, ചരിത്ര സംബന്ധമായിട്ടല്ല. ചരിത്രകാരനേ അല്ല അദ്ദേഹം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ തന്ത്രം. ഡോക്ടർ വിനീൽ പോൾ ചരിത്രകാരനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ PhD തീസിസ് കേരളത്തിലെ അടിമക്കച്ചവടവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും പിന്നെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്നുള്ള ഒരു ക്ലാസിക് കൃതി അടക്കം അടിമത്തത്തെക്കുറിച്ച് അദ്ദേഹം ധാരാളം എഴുതിയിട്ടുള്ളതൊക്കെ കൊണ്ട് ഡോക്ടർ വിനീൽ പോളിൻ്റെ പേരിനോടൊപ്പം ചുമ്മാ ഒരു പേരങ്ങടിച്ചു വിടുകയാണ്, പന്മന രാമൻ നായർ. ചുമ്മാ ഒരു പേര്. അപ്പോൾ ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. ഈ ഫാലസിയുടെ പേര് അസോസിയേഷൻ ഫാലസി, അല്ലെങ്കിൽ ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്നോ ഓണർ ബൈ അസോസിയേഷൻ എന്നോ രണ്ടും പറയും. ഇതായിട്ട് പൊതുവെ അസോസിയേഷൻ ഫാലസി എന്ന് പറയും.
അതായത് ഒരു പ്രത്യേക വിഷയത്തിൽ ആധികാരികതയുള്ള ഒരാളുമായി ബന്ധിപ്പിച്ച് പറയുന്നതിലൂടെ, രണ്ടാമത്തെ ഒരാളുടെ പേര് പറയുന്നതിലൂടെ ഈ രണ്ടാമത്തെ വ്യക്തിക്കും അതേ ആധികാരികത ഉണ്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ആ തെറ്റായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ഫാലസിക്ക് പറയുന്ന പേരാണ് അസോസിയേഷൻ ഫാലസി എന്ന് പറയുന്നത്. ഞാൻ ഈ ക്ലിപ്പ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-28 കൊല്ലം മുന്നേ, 97-98 കാലത്തായിരിക്കും, എൻ്റെ 2 സ്നേഹിതന്മാർക്കുണ്ടായൊരു അനുഭവം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങളൊക്കെ ചെറുപ്പമാണെന്ന്. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരന്മാർ അവരന്ന് ടൈലിൻ്റെ പണിക്ക് പോകുന്നു. അവരുടെ കൂടെ പണി ചെയ്യുന്ന വേറൊരുത്തനുണ്ട്, അവൻ വേറൊരു നാട്ടുകാരനാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച അവൻ എൻ്റെ ഈ 2 സ്നേഹിതന്മാരെ വിളിച്ചു, നമുക്ക് ഞായറാഴ്ച ഒരുമിച്ച് കൂടാം, വെള്ളടിയൊക്കെയാണ്. അങ്ങനെ എൻ്റെ ഈ 2 കൂട്ടുകാർ പോയി. അവർ ചെന്ന്, അപ്പോൾ അവൻ അവിടെ നാട്ടിലുള്ള അവൻ്റെ സുഹൃത്തുക്കളെയും കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പിന്നെ വെള്ളടിച്ച് നല്ല കമ്പനി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കായി. അതായത് എൻ്റെ 2 സ്നേഹിതന്മാരും അവിടുത്തെ ഈ നാട്ടുകാരിലുള്ള ഒരുത്തരുമായിട്ട് എന്തോ പറഞ്ഞ് 1-2 പറഞ്ഞ് വെള്ളടിച്ചിരിക്കുകയാണല്ലോ, എന്തോ പറഞ്ഞ് വഴക്കായി. അത് ഇത്തിരി ശബ്ദമൊക്കെ അങ്ങ് കയറി ഇതൊക്കെയായി വന്നു കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് ഇവരെ തല്ലണം, എൻ്റെ ഈ കൂട്ടുകാരന്മാരെ അവർക്ക് തല്ലണം. അപ്പോൾ ഇവർക്കും മനസ്സിലായി അടി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മറ്റവന്മാരപ്പോൾ അവർ നാട്ടുകാരാണ്, ഇവർ പുറമേ നിന്ന ആൾക്കാരാണ്, അവരാണെങ്കിൽ ആ നാട്ടുകാരാണ്. അപ്പോൾ കാര്യം പോക്കാന്ന് മനസ്സിലായി. അപ്പോൾ അവർ തല്ലാൻ വേണ്ടി വട്ടം കൂട്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ദേഹത്ത് കൈവച്ച ഞങ്ങളിവിടെ തമ്മന ഷാജിയെയും കല്ലറ ഗോപനെയും ഇറക്കും എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടിപ്പോൾ അവൻ തല നിന്നവരൊന്ന് സ്തംഭിച്ചു പോയി. ഇപ്പോഴല്ല 10-28 കൊല്ലം മുമ്പത്തെ കാര്യം ഈ പറയുന്നത്. അപ്പോൾ അന്ന് ഈ തമ്മന ഷാജി എന്നുള്ള പേരൊക്കെ ഒരുവിധം അറിയപ്പെട്ടു വരുന്നുള്ളൂ. ഇന്ന് മിക്ക ആൾക്കാർക്കും അറിയാം തമ്മന ഷാജി ആരാണെന്നുള്ളത്, അന്ന് അത്രയില്ല. അപ്പോൾ അവരൊന്ന് സ്തംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ ഡയലോഗ് അടിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ തല്ലി കൈയും കാലൊക്കെ ഓടിക്കാൻ പറ്റിയെന്ന് വരും, പക്ഷേ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ തമ്മന ഷാജിയും കല്ലറ ഗോപനും വരും, നിങ്ങളൊക്കെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങില്ല, വീട്ടിൽ കിടന്നുറങ്ങിയാലും അവർ വീട്ടിൽ കയറിയിട്ട് നിങ്ങളെ വെട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി. അവർക്ക് ഇവരെ പരിചയമില്ലല്ലോ, ഇവരുടെ ജോലി എന്താണെന്നല്ല. ആ സമയത്തൊക്കെ പതുക്കെ കൊട്ടേഷൻ ടീമുകളൊക്കെ എറണാകുളത്തും തൃശ്ശൂരൊക്കെ തല പൊന്തിച്ച് വരുന്നൊരു സമയമാണ്. അപ്പോൾ അവർ പേടിച്ചവരൊന്നും ചെയ്തില്ല, ഇവർ ജീവനം കൊണ്ട് ഇവർ തിരിച്ചു പോരുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഞങ്ങളിങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അധികം പേര് വന്നിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇവർ 2 പേരും ഉണ്ട്. അതിൽ മറ്റവൻ പറയും, ഡയലോഗ് അടിച്ചോന്നല്ല, മറ്റവൻ പറയാണ്, ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ വിചാരിച്ച് അടി കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവൻ ഡയലോഗ് അടിച്ച് രക്ഷപ്പെട്ട്, എന്നിട്ട് അടിച്ച ഡയലോഗൊക്കെ പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചു, ഇങ്ങനെയൊക്കെ അവൻ ഡയലോഗ് അടിച്ചെന്നേ. അപ്പോൾ അത് ഞങ്ങളെല്ലാം ചിരിക്കുകയും ചെയ്തു. ചിരിച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തും ചോദിച്ചാലടാ, ഈ തമ്മന ഷാജി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് എറണാകുളത്തെങ്ങാട്ടുള്ളൊരു ഗുണ്ടല്ലേ, ഇതാരാ ഈ കല്ലറ ഗോപൻ? അവൻ പറ, എനിക്കറിഞ്ഞൂടാ, ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്, എൻ്റെ മൈൻഡിൽ എവിടെ ഉണ്ട്. അപ്പോൾ ഈ കല്ലറ എന്നൊക്കെ പറയുമ്പോൾ, കല്ലറ ഗോപൻ എന്നൊക്കെ പറയുമ്പോൾ ശവക്കല്ലറ എന്നൊക്കെ എനിക്ക് ആൾക്കാർക്ക് ഓർമ്മ വരിക. അപ്പോൾ എതിരാളിനെ ശവക്കല്ലറയിൽ തള്ളുന്ന ഗോപൻ വലിയ ഗുണ്ടയാണെന്നൊക്കെ വിചാരിച്ചോട്ടെന്ന് വെച്ചിട്ട് ഞാൻ അടിച്ചു വിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ഇതാ കേട്ടിട്ടുണ്ട് ഈ പേര്, ആരെ ഈ കല്ലറ ഗോപൻ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് പോയി, ചേട്ടാ നീ കല്ലറ ഗോപൻ എന്ന് കേട്ടിട്ടുണ്ടാ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരുത്തം പറഞ്ഞാൽ, പാട്ടുകാരനല്ലേ, ഗായകനല്ലേ? ആ ശരിയാ ഗായകനാണ്. മറ്റോ ഡയലോഗ് അടിച്ച പറയാം, ശരിയാ ഗായകനാണ്, ഞാനിപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ, ഇപ്പം അദ്ദേഹം മ്യൂസിക് ഡയറക്ടറൊക്കെ കൂടിയാണ്. അന്ന് അദ്ദേഹം ഗായകൻ മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് ഈ ദൂരദർശനിലും ഏഷ്യാനെറ്റിലൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ വരും, കല്ലറ ഗോപൻ്റെ ലളിതഗാനം. അപ്പോൾ ആ ലളിതഗാനം വരുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും, ഗായകൻ കല്ലറ ഗോപൻ അടിയിൽ. അതിൻ്റെ എഴുത്തുകാരനെ ഒക്കെ പറയുമല്ലോ, ഗാനരചയിതാവ് ഒക്കെ എഴുതി കാണിക്കുന്നതിനിടയിൽ ഈ കല്ലറ ഗോപൻ എഴുതി കാണിക്കുന്നതുകൊണ്ട് ഇവൻ ഇതെപ്പോഴോ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ്റെ മൈൻഡിൽ ഈ പേരും ഉണ്ട്. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ അടിച്ചതാണ്. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായ അതേ തന്ത്രമാണ്, ആ പരിപാടിയാണ് ഇപ്പം ഇവിടെ രാജഗോപാൽ വാഗ്ദാനം എടുത്തിരിക്കുന്നത്. വിനിൽ പോൾ എന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ചരിത്രകാരൻ്റെ പേരിനൊപ്പം ഒരു ഇതുമില്ലാത്ത, അതായത് അങ്ങനെ ഒരാളേ ഇല്ല, പന്മന രാമൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങനെ ചരിത്രകാരനേ ഇല്ല, ചുമ്മാ പേരടിച്ചു വിടുകയാണ്. അപ്പം ഇതുപോലെയുള്ള ലോജിക്കൽ ഫാലസികളാണ് ഇവർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ധാരണ യുക്തിവാദി എന്ന് ഇവർ സ്വയം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വലിയ യുക്തിവാദികളാണെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ അങ്ങനെയൊന്നുമല്ല. യുക്തി എന്ന് പറയുന്ന സാധനമൊന്നും ഇവരുടെ അയലത്ത് കൂടി പോയിട്ടില്ല. ഇതുപോലെയുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെയൊക്കെ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത് തന്നെ യുക്തിബോധത്തിന് അപമാനമാണ്. ആരും വിളിക്കരുത്, അവരൊക്കെ നിരീശ്വരവാദികൾ എന്ന് മാത്രം വിളിച്ചാൽ മതി, യുക്തിവാദി എന്നും വിളിക്കരുത്. രേഖകൾ സഹിതം എന്തിനു മുണ്ടക്കയത്ത്
ഇതിന് കോട്ടയത്തെ ഹെൻറി ബേക്കർ ജൂനിയറും സീനിയറും കാണിച്ച വൃത്തികേടുകൾ നീ എന്നെ പറയും. കേരളത്തിലെ പറയ പുലയ സമുദായങ്ങള് അവർ പേടിച്ചോടി, തെക്കൻ കേരളത്തിൽ നിന്ന് പേടിച്ചോടി മുണ്ടക്കയത്ത് വന്നിട്ട് അവരുടെ പുറകെ വന്ന് അവരെ അടിമകളാക്കി അവരുടെ കൈയും കാലും കെട്ടി ഇട്ടുകൊണ്ട് തന്നെ തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചത് ഇതേ ഹെൻറി ജൂനിയറും സീനിയറുമായിരുന്നുവെന്നും അവർക്ക് വേണ്ടി പഠിത്ത വീട് എന്ന് പറഞ്ഞ് CMS കോളേജ് ഉണ്ടാക്കിയിട്ട് 4ാം ക്ലാസ്സിന് അപ്പുറത്തേക്ക് ഒരു വലിയ കുട്ടിയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ഹെൻറി എന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വേണമെങ്കിൽ അതിന്റെ ധാരാളം പുസ്തകങ്ങൾ മലയാളം ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾ നായർ മേധാവിയോ റോബിൻ ജെഫ്രിയുടെ പുസ്തകം മാത്രം വായിക്കൂ, അല്ലെങ്കിൽ ദന്തസിംഹാസന്റെ പുസ്തകം വായിക്കൂ. മലയാളത്തിൽ ധാരാളം പുതിയ കൃതികൾ ഇറങ്ങി പുതിയത് വായിക്കണം. അടിമത്തം കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതിൽ ക്രൈസ്തവ മിഷണറിമാർക്കുള്ള പങ്ക് വിനിൽ പോളിനെ പോലെ, അല്ലെങ്കിൽ സണ്ണി കബിക്കാടിനെ പോലെ, അല്ലെങ്കിൽ സനൽകുമാറിനെ പോലെ ആളുകൾ ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പഠിക്കാതെ ക്രിസ്ത്യൻ നാമധാരികളെല്ലാം കേരളത്തില് ഇത് ചെയ്തൊന്നും അങ്ങനെയല്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് കേരളത്തിൽ സുവിശേഷകന്മാർ 100 കണക്കിന് വന്നിരുന്നെങ്കിൽ പോലും. അപ്പൊ ഈ ക്ലിപ്പ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ച്, കേരളത്തിലുണ്ടായിരുന്ന അടിമത്തത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഈ പറഞ്ഞ പുസ്തകങ്ങളൊന്നും ഇദ്ദേഹം വായിച്ചിട്ടുമില്ല. നമ്മളിപ്പോൾ കേട്ട ക്ലിപ്പിൽ ഉള്ളതെല്ലാം നുണയാണ്. മറ്റേതിൽ ഒരെണ്ണമെങ്കിലും ഇത്തിരി സത്യം എന്ന് പറയാനുണ്ട്. ഒരു പള്ളിയിൽ അങ്ങനെ ചെയ്തിരുന്നു. ഇദ്ദേഹം ഹാസ്റ്റി ജനറലൈസേഷനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പോലും ഒരു പള്ളിയെങ്കിലും അങ്ങനെ ചെയ്തെന്ന് പറയാം. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ ക്ലിപ്പിനകത്തുള്ള ഒരെണ്ണം പോലും സത്യമല്ല, എല്ലാം നുണയാണ്. ഇദ്ദേഹം പറഞ്ഞ ഡോക്ടർ വിനിൽ പോൾ ഞങ്ങളിൽ പലരുടെയും സുഹൃത്താണ്. ഞങ്ങളിൽ പല ആളുകളുടെയും സുഹൃത്താണ്. സാക്ഷിയുടെ വേദികളിൽ ഇത്തരം സദസ്സുകളിലൊക്കെ അദ്ദേഹം അടിമത്തത്തെക്കുറിച്ചൊക്കെ മിഷണറിമാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളതാണ്. ആഹാരത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയതും ഈ വിനിൽ പോൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്ന കുറച്ച് മിഷണറിമാരുണ്ട്. എല്ലാ മിഷണറിമാരോടും അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ പ്രത്യേകമായ ആദരവ് അദ്ദേഹം കാണിക്കുന്ന ചില മിഷണറിമാരുണ്ട്. അപ്പോൾ അതിൽ 2 പേര് ഈ ഹെൻറി ബേക്കർ ജൂനിയറും ഹെൻറി ബേക്കർ സീനിയറുമാണ്. അത്ര അധികം അദ്ദേഹം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആ മിഷണറിമാരെ കുറിച്ചുള്ള കളവ് പറയാൻ രാജഗോപാൽ വാകത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ വിനിൽ പോളിൻ്റെ പേരാണ്. ഈ ഹെൻറി ബേക്കർമാരോട് വിനിൽ പോളിന് വളരെ ആദരവുണ്ടെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനത് തെളിവുണ്ട്. അതായത് ഈ കേരളത്തിലെ മൃഗയാവിനോദങ്ങളെ മുൻനിർത്തി അധിനിവേശ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ചരിത്രം ചർച്ച ചെയ്യുന്ന വിനിൽ പോളിൻ്റെ ഒരു ഗവേഷണ കൃതിയാണിത്. മൃഗയ കേരളത്തിൻ്റെ നായാട്ട് ചരിത്രം. അപ്പോൾ ഒന്ന് ആഗോളതലത്തിലുള്ള നായാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നാട്ടുരാജാക്കന്മാരുടെ നായാട്ടുകൾ, പിന്നെ ബ്രിട്ടീഷുകാരുടെ നായാട്ടുകൾ, അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം, അതിനോടൊപ്പം തന്നെ മിഷണറിമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം വിനിൽ പോൾ സമർപ്പിച്ചിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? ഇദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പ്രയാസമാണ്, ഞാനത് അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ കാണും. കിഴക്കൻ മേഖലയിൽ മറ്റൊരു ജീവിതം സാധ്യമാക്കിയ ഹെൻറി ബേക്കർ ജൂനിയറിനാണ് ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് അത്രമാത്രം ആദരവ് അദ്ദേഹത്തിന് ഹെൻറി ബേക്കർ ജൂനിയറിനോടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് ഈ രാജഗോപാൽ വാകത്താനം പറയുന്നത്. കേരളത്തിലെ പറയ സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാർ തെക്കൻ കേരളത്തിൽ നിന്ന് പേടിച്ചോടി മുണ്ടക്കയത്ത് വന്നപ്പോൾ അവരെ കയ്യും കാലമൊക്കെ കൂട്ടിക്കെട്ടി അടിമകളാക്കി തോട്ടത്തിൽ പണിയെടുപ്പിച്ചിരുന്ന ആൾക്കാരാണ് ഹെൻറി ബേക്കർ ജൂനിയറും സീനിയറും എന്ന് വിനിൽ പോൾ എഴുതിയിട്ടുണ്ടെന്ന്. വിനിൽ പോളിൻ്റെ ഏത് പുസ്തകത്തിലാണ്, ഞങ്ങൾക്ക് രാജഗോപാൽ വാകത്താനത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, വിനിൽ പോളിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുള്ളത്? വിനിൽ പോൾ എഴുതിയിരിക്കുന്ന 5 പുസ്തകങ്ങൾ, അടിമകേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം, അത് 5 ഒരെണ്ണം, തർക്കിത ഭൂതകാലം ഒഴികെ ബാക്കിയുള്ള 4 എൻ്റെ വശപ്പോട് ഇരിപ്പുണ്ട്. ദളിത് ചരിത്ര ദംശനം, അതുപോലെ മൃഗയ കേരളത്തിൻ്റെ നായാട്ട് ചരിത്രം, മഞ്ചാടിക്കരി ഒളിച്ചോട്ടത്തിൻ്റെ ദൈവശാസ്ത്രം, തർക്കിത ഭൂതകാലം. അപ്പം ഇങ്ങനെ 5 എണ്ണമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ 6ാമത് ഒരെണ്ണം അദ്ദേഹം ഒറ്റയ്ക്ക് എഴുതിയതല്ല, ഡോക്ടർ സനൽ മോഹൻ അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടിയാണ്. സനൽ മോഹൻ സാറുമായി ചേർന്നിട്ട് കൈപ്പറ്റ ഹാബേൽ വിശ്വാസവും വിമോചനവും എന്ന് പറഞ്ഞ പുസ്തകം കൂടിയുണ്ട്. അപ്പം അങ്ങനെ മൊത്തം 6 പുസ്തകം. ഈ 6 പുസ്തകങ്ങളിൽ എവിടെയാണ് വിനിൽ പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്? ഹെൻറി ബേക്കർ സീനിയറും ജൂനിയറും കൂടി ചേർന്ന് ഈ മുണ്ടക്കയത്തിലേക്കൊക്കെ ഒളിച്ചോടി മുണ്ടക്കയത്തിലേക്ക് വരുന്ന അടിമകളെ
അല്ലെങ്കിൽ പുലയരും പറയരുമായിരിക്കുന്ന ആളുകളെയൊക്കെ കയ്യും കാലും ബന്ധിച്ച് തോട്ടത്തിൽ പണിക്ക് കൊണ്ടുപോയിന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. രാജഗോപാൽ വാകത്താനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഏത് പുസ്തകത്തിലാണ് ഇങ്ങനൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഒരു പുസ്തകത്തിലും ഇല്ല. ഒരൊറ്റ പുസ്തകത്തിലും, വിനിൽ പോൾ എഴുതിയ ഒരൊറ്റ പുസ്തകത്തിലും ഇല്ല. നേരെ തിരിച്ച് എഴുതിയിട്ടുണ്ട് വിനിൽ പോൾ. ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് വിനിൽ പോൾ. എന്താണ്? ഈ ഉടമകളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് മുണ്ടക്കയം പോലെയുള്ള മുണ്ടക്കയം പോലെയല്ല, ആദ്യകാലത്ത് മുണ്ടക്കയത്തേക്ക് മാത്രമാണ് ഈ ഒളിച്ചോടി വന്നുകൊണ്ടിരുന്നത്. മുണ്ടക്കയത്തേക്കൊക്കെ ഒളിച്ചു ഓടി വന്നിരുന്ന പുലയരും പറയരും മീഴവരുമായിരുന്ന ഈ അടിമ സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാരെ ഭക്ഷണവും മറ്റും കൊടുത്ത് അഭയം കൊടുത്ത് സംരക്ഷിച്ചിട്ടുള്ള ആളാണ് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അവരെ സംരക്ഷിച്ച ആളാണ്. ഈ അടിമകളെയൊക്കെ, ഒളിച്ചോടി വരുന്ന അടിമകളെയൊക്കെ സംരക്ഷിച്ച ആളാണ് ഹെൻറി ബേക്കർ ജൂനിയർ. ആ കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയപ്പോൾ ഈ രാജഗോപാൽ വാകത്താൻ അതെടുത്ത് നേരെ തിരിച്ചാണ് പറയുന്നത്. അവരൊരിക്കലും ചെയ്തിട്ടില്ലാത്ത, അവരങ്ങനെ ചെയ്തു എന്ന് വിനിൽ പോൾ ഒരിക്കലും എഴുതിയിട്ടില്ലാത്ത കാര്യം വിനിൽ പോളിൻ്റെ തല വയ്ക്കുകയാണ്. അതുമാത്രമല്ല, ഹെൻറി ബേക്കർ ജൂനിയറിന് മുണ്ടക്കയത്താകട്ടെ വേറെ എവിടെയാകട്ടെ, മുണ്ടക്കയത്തോ മൂന്നാറിലോ അല്ലെങ്കിൽ പീരുമേട്ടോ എവിടെയാകട്ടെ ഒരു തോട്ടവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തോട്ടം ഉണ്ടായാലല്ല അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവരെ തോട്ടത്തിൽ പണിയെടുപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് തോട്ടമില്ല. അത് വിനിൽ പോൾ എഴുതിയിട്ടുണ്ട്. ഈ മൃഗയ എന്ന് പറയുന്ന പുസ്തകത്തിൽ 127 പേജിൽ തിരുവിതാംകൂറിലെ കിഴക്കൻ മേഖലയിൽ ഹെൻറി ബേക്കർ ജൂനിയനും അനുജനായ ജോർജ് ബേക്കറും നടത്തിയ ഇടപെടലുകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ജോൺ ഡാനിയൽ മൺറോ. ഈ ജോൺ ഡാനിയൽ മൺറോ ആണ് കണ്ണൻ ദേവൻ കുന്നുകളൊക്കെ മലകളൊക്കെ വിലയ്ക്ക് വാങ്ങിയിട്ട് കണ്ണൻ ദേവൻ തേയിലുണ്ടല്ലോ അതിൻ്റെയൊക്കെ അവിടെ തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ഈ ജോൺ ഡാനിയൽ മൺറോ ആണ്. അപ്പോൾ ജോൺ ഡാനിയൽ മൺറോ ഹൈ റേഞ്ചിലേക്ക് എത്തിച്ചേരുന്നത്. ബേക്കർ ജൂനിയറിന് തോട്ടം മേഖലയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അനിയൻ ജോർജ് ബേക്കർ ആകട്ടെ ഒരു പ്ലാന്ററായിരുന്നു. ഹെൻറി ബേക്കർ ജൂനിയറിന് തോട്ടം മേഖലയുമായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹത്തിന് തോട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പറയാണ് അദ്ദേഹം ഇവരെയൊക്കെ പിടിച്ച് ചങ്ങലക്കിട്ട് തോട്ടത്തിൽ പണിയെടുപ്പിച്ചിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ അപ്പൻ ഹെൻറി ബേക്കർ സീനിയർ ആണെങ്കിൽ ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ലെന്നല്ല, വന്നിരുന്നു. ഹെൻറി ബേക്കർ ജൂനിയർ അവിടെ വന്ന് മലയാരയന്മാരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആ മലയാരയ മിഷൻ മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ ആ മിഷൻ്റെ പ്രവർത്തനം കാണാനായിട്ട് വന്നിരുന്നു. അത്രയേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹത്തിനും അവിടെ പ്രത്യേകിച്ചൊരു റോളും ഇല്ല. അപ്പോൾ അവർ ചെയ്യാത്ത കാര്യം വെറുതെ അടിച്ചുവിടുകയാണ്, നുണ പറയുകയാണ്. ഇപ്പം നുണകൾ പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല, ഒരു മടിയുമില്ല. ധാർമ്മികത എന്ന് പറയുന്നത് ആ സംവാദത്തിൻ്റെ വിഷയം ധാർമ്മികത എന്നുള്ളതായിരുന്നു. ധാർമ്മികത എവിടെയാണ്? നമ്മൾ സംവാദം പോലും നടത്തണ്ട, ഇതിനെ തന്നെ തെളിയുന്നുണ്ട്. കാരണം നുണ പറയാൻ ഒരു മടിയുമില്ല. അതും പിടിക്കപ്പെടുന്ന നുണകൾ ചിന്തിച്ചു നോക്കണം. കാരണം പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എഴുതിയതിന് കാണിച്ചു തരണ്ടേ? ഇത്രാമത്തെ പേജ് കാണിക്കാനില്ല. അപ്പോൾ പിടിക്കപ്പെടുമെന്ന അറിയാവുന്ന കാര്യമായിട്ട് പോലും ഒരു ഭയവുമില്ലാതെ നുണ പറയുകയാണ്. ഇനി ഇദ്ദേഹം ഈ പറയുന്നത് മുണ്ടക്കയത്തേക്ക് ഓടി വന്നതൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഇപ്പോഴത്തെ മുണ്ടക്കയമാണ്. ഇപ്പം മുണ്ടക്കയം സിറ്റിയാണല്ലോ, അപ്പോൾ അവിടേക്ക് ഓടി വന്നു എന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹെൻറി ബേക്കർ സീനിയറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ടില്ല. അദ്ദേഹം കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് മുണ്ടക്ക എന്ന് പറയുന്ന സ്ഥലമില്ല, അങ്ങനൊരു സ്ഥലമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ മകൻ ഹെൻറി ബേക്കർ ജൂനിയർ അവിടെ പ്രവർത്തിക്കാൻ വരുന്ന സമയത്ത് മുണ്ടക്ക എന്ന് പറയുന്നൊരു സ്ഥലമില്ല, കാട് മാത്രമാണ്, വെറും കാടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുടിയാമ്പലയാണല്ലോ, കിഴക്ക് പോയി കഴിഞ്ഞാൽ കാടാണ്, അവിടെ കർണാടക വനമാണ്. അപ്പോൾ നിങ്ങൾ മൊത്തം ആ പ്രദേശത്തിന്, അത് ചിലപ്പോൾ 100-200 ചതുരശ്ര കിലോമീറ്ററൊക്കെ കാണും. ആ പ്രദേശത്തിനെ മൊത്തം കാടെന്ന് പറയുന്നല്ലാതെ ഒരു പ്രത്യേക പോയിന്റിനെ ഒരു സ്ഥലവും നമ്മൾ പേരിട്ട് വിളിക്കില്ല. ഇപ്പം നമ്മൾ എവിടെയാണെങ്കിൽ ഇപ്പോൾ ഇത് കുടിയാമല, അടുത്ത സ്ഥലം അവിടെ ഒരു സ്ഥലപ്പേരുണ്ട്, തൊട്ടടുത്തുള്ള സ്ഥലം, അതിൻ്റെ അപ്പുറത്തേലും അല്ലെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പ്, അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, അടുത്ത ബസ് സ്റ്റോപ്പ് വരുമ്പോൾ ആ ബസ് സ്റ്റോപ്പ് അതൊരു പേരാണ്, ഒരു സ്ഥലപ്പേരാണ്. അടുത്ത ബസ് സ്റ്റോപ്പ് അത് വേറൊരു സ്ഥലപ്പേരാണ്. അങ്ങനെ അടുത്തടുത്തടുത്ത് പേരുകളുണ്ട്. ഇതുപോലെയൊന്നും കാട്ടിനകത്തില്ലല്ലോ. അത് എത്ര ചതുരശ്ര കിലോമീറ്റർ ആയാലും നമ്മൾ അതിനെ വനന്നേ പറയുള്ളൂ. അതാണ് ആ കാലത്ത് ഈ മുണ്ടക്കയം എന്ന് പറയുന്നത്. ഇന്നത്തെ മുണ്ടക്കയം, അതുപോലെ കുട്ടിക്കാനം, കോരിത്തോട്, പരുന്തുംപാറ, മേലുകാവ്, മുട്ടം, തൊടുപുഴ, വാഗമൺ, ഈ പ്രദേശങ്ങളെല്ലാം വനത്തിൻ്റെ ഇതിലാണ്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ അമ്പലവും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ പ്രദേശത്തിന് എന്തെങ്കിലും ഒരു പേര് കാണുമായിരിക്കും.
അത്രേ ഉള്ളൂ. അതല്ലാതെ വലിയ സിറ്റിയൊന്നുമല്ല. ഇന്ന് അതൊക്കെ വലിയ ടൗണുകളായിരിക്കുന്നത്, സിറ്റികളൊക്കെ ആയിരിക്കുന്നതിൻ്റെ കാരണം ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരവിടെ ചെന്ന് അവിടെ ആദിവാസികളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ആദിവാസികളുണ്ട്. ആദിവാസികൾ സ്ഥിരമായിട്ടല്ല, പല കൂട്ടരുണ്ട്. മലയരയന്മാരുണ്ട്, ഉള്ളാടന്മാരുണ്ട്, വേടർ, പല കൂട്ടരാണ്. അപ്പോൾ ഇവരൊന്നും അവിടെ സ്ഥിരവാസികളല്ല. അവർ കുറച്ച് നാൾ അവിടെ താമസിക്കും. അപ്പോൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് ഇതേപോലെ കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യും. പിന്നെ അവിടെ നിന്ന് പോകും. ഇങ്ങനെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് പിന്നെ ആദ്യത്തെ സ്ഥലത്ത് 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരാം. അപ്പോഴേക്കും ഇവിടുത്തെ മണ്ണെല്ലാം വീണ്ടും ഫലഭൂയിഷ്ടമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് കാട്ടിനകത്ത് നാടോടി ജീവിതം നയിക്കുന്ന ആളുകളാണ് അവർ. അതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് സ്ഥലപ്പേരുകളെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുണ്ടക്കായ എന്നുള്ള പേര് കൊടുത്തത് പോലും ഹെൻറി ബേക്കർ ജൂനിയറാണ്. കാട്ടിനകത്തുള്ള ആ പ്രദേശത്തിനൊരു പേര് കൊടുത്തത് പോലും ഇദ്ദേഹമാണ്. ഞാൻ ഇതും കൂടി പറയാം. വിൽപോളിൻ്റെ ഒരു പുസ്തകമാണ് ഇത്, അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ നിന്ന് ഞാനിത് വായിക്കാം. ഇദ്ദേഹം എങ്ങനെയാണ് ഹെൻറി ബേക്കർ ജൂനിയർ, കോട്ടയത്തുണ്ടായിരുന്ന ഹെൻറി ബേക്കർ ജൂനിയർ മുണ്ടക്കയത്ത് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ വനത്തിനിടയിൽ എത്തിപ്പെട്ടെന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അതായത് ബേക്കർ പള്ളത്ത് എൻ്റെ പഠനമുറിയിൽ ആയിരിക്കുമ്പോൾ എന്നെ കാണുവാൻ കാഴ്ചയ്ക്ക് അസാധാരണമായ ചില ആളുകൾ വന്നിരിക്കുന്നു എന്ന് എൻ്റെ ഇളയ മകൾ മുറിയിൽ വന്ന് പറഞ്ഞു. ഇത് 1848 അവർ കിഴക്ക് മലകളിൽ നിന്ന് വന്ന 5 പേരായിരുന്നു. തങ്ങളുടെ സ്ഥലത്ത് സ്കൂളുകൾ തുടങ്ങണമെന്ന അപേക്ഷയുമായിട്ടാണ് അവർ വന്നത്. കപ്യാർ കുര്യൻ എന്ന ഒരു റോമാ സുറിയാനിയായിരുന്നു അവരുടെ വഴികാട്ടി. ഇത് ഹെൻറി ബേക്കർ അദ്ദേഹത്തിൻ്റെ ഹിൽ അറയൻസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ എടുത്തിരിക്കുന്നതാണ്. വീണ്ടും ഇതേ ദൗത്യമായി അവർ ബേക്കറിൻ്റെ അടുക്കൽ ചെന്നു. തിരക്കുകളും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ സഭകളും കാരണം ബേക്കർ വിസമ്മതിച്ചു. കാടിനുള്ളിൽ 45 മൈലുകൾ ദൂരത്തുള്ള പ്രദേശത്ത് റോഡുകളുമില്ലായിരുന്നു. ഇതേ ആവശ്യവുമായി വീണ്ടും അവർ മലയിറങ്ങി വന്നു. മലയിൽ നിന്ന് ഒടുവിൽ വന്നവരിൽ ഒരാൾ, സായിപ്പ് അവർകളെ, ഈ 5 പ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നു. സത്യമായും ഒരറിവും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമോ? ഞങ്ങൾ മരിക്കുകയും മൃഗങ്ങളെപ്പോലെ അടക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരാൾ, സായിപ്പ് അവർകളെ, വിഷൂചിക എന്ന് പറയുന്നത് കോളറയാണ്. വിഷൂചികയും പനിയും പിടിച്ച് എൻ്റെ കുടുംബത്തിലെ 5 പേർ ഈയിടെ മരിച്ചു. അവർ എവിടെ ആയിരിക്കുമോ പോയത്. മൂന്നാമതൊരാൾ, നിങ്ങൾ ഞങ്ങൾക്ക് പണം തരേണ്ട സായിപ്പ് അവർകളെ, ധാരാളം നെല്ല് ഞങ്ങൾക്കുള്ളതിനാൽ സാമ്പത്തിക സഹായം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ചർച്ച് മിഷൻ ഗ്ലീസണിൽ നിന്ന് ബിൽപോൾ ഉദ്ധരിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത്തരത്തിലുള്ള തുടർച്ചയായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബേക്കർ കിഴക്കൻ മേഖലയിലെ മലയരയ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്നത്. ഡോക്ടർ വിനിൽ പോൾ, അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം, പേജ് 122, 123. അപ്പോൾ ഇവരിങ്ങനെ പിന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അടുക്ക് വന്നിട്ട് വരണം, ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ ആളുകൾ. അപ്പോൾ പള്ളത്തും മറ്റുമൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അടിമകൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകളൊക്കെ തുറന്നിരുന്നു. ഹെൻറി ബേക്കർ ജൂനിയർ സ്ലേവ് സ്കൂളുകൾ എന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവർക്കറിയാം. ഈ ആളുകളൊക്കെ കേട്ടിട്ടൊക്കെയാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുക്കെ വരികയാണ്, ഞങ്ങളെ ഇത് ചെയ്യണമെന്നും പറഞ്ഞിട്ട്, ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹെൻറി ബേക്കർ ജൂനിയറിന് ആദ്യം അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒഴിവാക്കാനൊക്കെ നോക്കി. പക്ഷേ ഇവർ വിട്ടുപോകുന്നില്ല. ഇവർ പിന്നെയും ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം പറയും ശരി. 5ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പറയും ശരി, ഞാൻ വരാം, നിങ്ങളുടെ അടുക്കിലേക്ക് വരാമെന്ന് പറഞ്ഞൊരു ഡേറ്റൊക്കെ നിശ്ചയിക്കും. എന്നിട്ട് കാട്ടിനകത്ത് ഒരു പ്രത്യേക സ്ഥലം പറയും. ഒരു നദിയുടെ കരയ്ക്ക് പാറയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ വന്നാൽ മതി, ഞങ്ങളുടെ ആളുകൾ അവിടെ നിന്ന്. അത് തന്നെ ഈ പള്ളത്തുനിന്ന് 30 മൈലാണ്. 30 മൈൽ എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ. 48 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ളിൽ കാട്ടിനകത്ത് ചെല്ലണം. പള്ളത്തുനിന്ന് 30 മൈലല്ല കേട്ടോ, സോറി. പള്ളത്തുനിന്ന് കാട് വരേക്കും കാളവണ്ടി പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നു പോകേണ്ട ദൂരമാണിത്. നടന്നു പോകേണ്ട ദൂരമാണ് 30 മൈല്. അപ്പോൾ അവിടെ ചെന്നാൽ മതി. അവിടെ ഇവരുടെ ആളുകൾ കാത്തു നിൽക്കും. അവർ ഇദ്ദേഹത്തെ പിന്നെ അവിടെ നിന്ന് ഒരു 15 മൈല് പിന്നെയും ഉണ്ട്, അത് ഉള്ളിലേക്ക് പിന്നെ പോകണം. അപ്പോൾ അത് അവർ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഹെൻറി ബേക്കർ ഈ പറഞ്ഞ ദിവസത്തിന് 2 ദിവസം മുമ്പേ വേറെ ചില സഹായികളെ അവിടേക്ക് അയക്കും. ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ടൊരു കുടിലൊക്കെ കെട്ടാൻ പറയും. കാരണം ഇത്രയും ദൂരം നടന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും സമയം ഇരുട്ടാവും. പിന്നെ രാത്രി അവിടെ നിന്ന് 15 മൈൽ പിന്നെ പോകാൻ പറ്റില്ല, ഇരുട്ടല്ലേ. അപ്പോൾ അന്ന് അവിടെ തങ്ങേണ്ടി വരുമെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഇവരെ അയച്ചിട്ട് അവിടെ കുടിലൊക്കെ കെട്ടാൻ പറഞ്ഞിട്ട് ഈ പറഞ്ഞ സമയമാകുമ്പോൾ ഇദ്ദേഹം അനുജനെയും വിളിക്കും, ജോർജ് ബേക്കറിനെയും വിളിക്കും. അപ്പോൾ ജോർജ് ബേക്കർ കൃഷിക്കാരനാണ്.
അദ്ദേഹത്തിന് മിഷണറി പ്രവർത്തനത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പം മിഷണറിയാണ്. ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ ഹെൻറി ബേക്കർ ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ലണ്ടനിൽ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചതാണ്. അദ്ദേഹം അവിടുത്തെ ഒരു സുവോളജിസ്റ്റൊക്കെ ആയിരുന്നു അദ്ദേഹം. അവിടുത്തെ ചില ഈ ശാസ്ത്ര കൂട്ടായ്മകളിലൊക്കെ, സയൻസ് ഇതിനകത്ത് കൂട്ടായ്മകളിലൊക്കെ മെമ്പറാണ്. അപ്പോൾ അവിടെ കുറേ നാൾ ജോലി ചെയ്തിരുന്നതാണ്. പക്ഷേ മിഷണറി ആണെന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ അതൊക്കെ വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ജോർജിനെയും വിളിച്ചു. നീയും വാ, അവിടെ നിനക്ക് പറ്റിയ എന്തെങ്കിലും സ്ഥലങ്ങൾ വാങ്ങി കൃഷി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചെല്ലും. ഇവരേതാണ്ട് വൈകുന്നേരം ആയപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തി. ഈ 30 മൈൽ കാട്ടിനുള്ളിൽ കൂടെ പകൽ മുഴുവൻ നടന്നിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പണിക്കാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പോയതല്ലാതെ ഇവരവിടെ കുടിലും കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. അവിടെ ആരെയും കാണാനുമില്ല, മലയാളിയന്മാരും ഇല്ല. ഇവരാകെ പെട്ട അവസ്ഥ. ഇനി തിരിച്ച് യാത്ര പോരാനും പറ്റില്ല. അപ്പോൾ അവിടെ തങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇത് പുതപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പുതപ്പൊക്കെ മരത്തിൻ്റെ മുകളിലല്ല, താഴെ തന്നെ മരച്ചില്ലകളൊക്കെ വലിച്ചു കെട്ടി അതിൻ്റെ താഴെയൊക്കെ ചില്ലയൊക്കെ ഇതാക്കിയിട്ട് അവിടെ കിടന്ന് രാത്രി ഉറങ്ങാം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവരൊരു പാറയുടെ മുകളിൽ, വൈകുന്നേരം ആയ സമയത്ത് ഒരു പാറയുടെ മുകളിലിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പുഴയുടെ തീരത്ത് തന്നെയാണിത്. അവിടെ ആ പുഴയിൽ വലിയൊരു കയമുണ്ട്. അപ്പോൾ ഈ കയത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും കൊക്കുകളുണ്ട്. കൊക്കുകൾ എന്ന് പറഞ്ഞാൽ പക്കാ വെള്ള നിറത്തിലുള്ള കൊക്കല്ല. ഇപ്പോൾ നമുക്ക് പരിചയമുള്ളത് ഇങ്ങനത്തെ കൊക്കല്ലേ, വെള്ള നിറത്തിലുള്ളത്. വേറെ ഈ തലയുടെ ഭാഗത്ത് ഇത്തിരി ഓറഞ്ച് കലർന്ന ഇതിലുള്ള അങ്ങനത്തെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, ഓറഞ്ച് കലർന്നിട്ടുള്ളൊരു നിറമാണ്. അപ്പോൾ ഇതിൻ്റെ പേര്, ഇതിനെ മുണ്ടി എന്നാണ് പറയുക, കാലിമുണ്ടി, മുണ്ടി എന്ന് പറയും. അപ്പോൾ ഈ മുണ്ടികൾ ഇത് ധാരാളം ഉണ്ട്. കാരണം ഇതിൻ്റെ അവിടെ നിന്ന് മീനുകളും ചെറുമീനുകളെയും തവളക്കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തി തിന്നാൻ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുണ്ടികൾ ധാരാളമുള്ള ഒരു കയമായതുകൊണ്ട് അദ്ദേഹം ആ സ്ഥലത്തിന് മുണ്ടിക്കയ എന്ന് പേരിടുകയാണ്. അതാണ് പിന്നീട് മുണ്ടക്കയമാകുന്നത്. ഇദ്ദേഹമാണ് പേരിടുന്നത്. അപ്പോൾ അവരവിടെ അന്ന് തങ്ങാൻ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാപാരികൾ വള്ളത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അടുത്ത് വന്നു. അവരപ്പോൾ ഒരു ടെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ അന്ന് അവിടെ തന്നെ തങ്ങാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. രാത്രിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് ടെൻറ്റ് പുതപ്പ് കൊണ്ടുള്ള ഇതൊക്കെയാണ്. അങ്ങനെ രാത്രി അവരവിടെ തങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഒരു ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, കുറച്ചും കൂടി പോയപ്പോൾ ഈ മലയാളിയന്മാർ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായി. സായിപ്പിനെ പലവട്ടം പോയി വിളിക്കുന്നത്, വരുന്നില്ല. ഇനി സായിപ്പ് വന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അവർ വരണോ വേണ്ടെന്നുള്ള നിലയിലെ ഇടയിലും ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ ഊരിന്ന് പറഞ്ഞു വിട്ടതാണ്. ഊരിന്ന് പറഞ്ഞു വിട്ടെങ്കിൽ ഇവിടം വരെ എത്തിയിട്ടില്ല, അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇവർ അദ്ദേഹത്തെ വിളിച്ച് അകത്തേക്ക് ഉൾക്കാട്ടിലേക്ക് പോകുന്നു. ഉൾക്കാട്ടിൽ പിന്നെ ഒരു 15 മൈലോളം നടന്ന് അവർ കൊമ്പുകുത്തി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തുകയാണ്. ഈ കൊമ്പുകുത്തി എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. അതിനാ പേര് വരാൻ കാരണം ഒരു മലയുടെ താഴെയാണ്. ആ മല കൊമ്പ് കുത്തി കിടക്കുന്ന ആനയുടെ ഷേപ്പിലാണ് ആ മല. അതുകൊണ്ടാണ് അതിന് കൊമ്പുത്തീരാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മലയരയ മിഷൻ. ഇദ്ദേഹം ഹെൻറി ബേക്കർ അവിടെ ചെന്ന് ഇവരുമായിട്ട് സംസാരിക്കും. അവരോട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവർക്ക് സ്കൂളുകൾ പണിയണം ഒന്ന്. പിന്നെ അവർക്ക് അവരുടെ മരിച്ചുപോയ ആൾക്കാരെ അവിടെ പോയി എന്ന് അറിയണം. മരിച്ചു കഴിഞ്ഞാൽ എവിടെ ചെല്ലും, ഞങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയണം. ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ അദ്ദേഹം അവരോട് സുവിശേഷമൊക്കെ പറയുകയും, അപ്പോൾ പറയുന്നുണ്ട്, നല്ല രസമാണ്. അദ്ദേഹം പറയുന്നത്, ഒരു കാലത്ത് നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഇംഗ്ലീഷുകാരും. നിങ്ങളുടെ ഈ പൂജാരിമാർ ഇന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ മതത്തിലെ പൂജാരിമാർ അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കെ കുറച്ച് ആളുകൾ സുവിശേഷവുമായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ മാറി, ഞങ്ങളുടെ നാട് മാറി, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും രക്ഷയുള്ള മാർഗം അത് തന്നെയാണെന്ന് അവരോട് സുവിശേഷമൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെയാണ് അവിടെ മലയാളിയ മിഷൻ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം ആ പ്രവർത്തനം വളരെ ശക്തമായിട്ട് പോവുകയും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിൽപോൾ തന്നെ എഴുതുന്നുണ്ട്, കുറേ ഇതായിട്ട് എഴുതുന്നുണ്ട്. അതായത് വിൽപോൾ അവരുടെ ആ കഷ്ടപ്പാടും ഈ ദളിത് ചരിത്ര ദംശനം ഈ പുസ്തകത്തിനകത്താണ്. ദളിത് ചരിത്ര ദംശനത്തിനകത്ത് അല്ല, അവിടെ കാണില്ല, വളരെ നോക്കി താഴെയാണ്. അപ്പോൾ വിൽപോൾ ഒരു പ്രയോഗം, മിഷണറിമാരുടെ തന്നെ പ്രയോഗമാണ്, കടമെടുത്ത് പറയുന്നുണ്ട്. കാല് പാമ്പിനും തല ആനയ്ക്കും എന്നാണ് പറയുന്നത്. അത് കാല് പാമ്പിനും തല ആനയ്ക്കും എന്ന് പറയുന്നത്, കാലിൽ പാമ്പ് കടിക്കാൻ സാധ്യതയുണ്ട്, തല ആന ചവിട്ടി തകർക്കാനും സാധ്യതയുണ്ട്. മനസ്സിലായോ? കാല് പാമ്പിനും തല ആനയ്ക്കും. ഈ കാട്ടിനകത്ത് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മിഷണറിമാർ പറയുന്നത് അതുപോലെയാണ്. എപ്പോൾ വേണമെങ്കിലും വിഷമേറ്റും മരിക്കാം, അല്ലെങ്കിൽ ആന ആക്രമിച്ചും മരിക്കാം. ഇവരെല്ലാം, ഈ മലയാളിയന്മാരെല്ലാം വീടുകൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിലാണ്. 25 അടി ഹൈറ്റുള്ള മരത്തിൻ്റെ മുകളിൽ അവർ ഏറുമാടം പോലെ
പണിതിട്ടാണ് അതിൻ്റെ മുകളിലേക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം അവരവിടെ ചെല്ലുകയും താമസിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അദ്ദേഹം കോട്ടയത്ത് വന്ന് അവിടെയുള്ള ആളുകളോട്, തദ്ദേശവാസികളായ മലയാളികളായ ആൾക്കാരോട് പറയും അവിടെ പ്രവർത്തനം ആരംഭിക്കുക പറയുമ്പോൾ ആരും പോകാൻ തയ്യാറല്ല. ഒന്നാമത്തത് അവിടെ സ്ഥിരവാസമില്ല, ജനങ്ങളില്ല. ഇപ്പം സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥലസഭ രൂപീകരിക്കുക എന്നുള്ളതാണല്ലോ. ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്നു, അവരെയൊക്കെ കൂട്ടിയിട്ട് അവിടെ ഒരു പള്ളി പണിയുന്നു എന്നുള്ളതാണ്. ഇതത് പണിയാൻ പറ്റില്ല. ഇവരവിടെ കുറച്ച് നാളുണ്ടാവും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും, പിന്നെ അടുത്ത സ്ഥലം, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ പോയി പ്രവർത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന്, അതിനേക്കാളും പ്രധാനം ഇത്രയും ദൂരം കാട്ടിനകത്ത് കൂടി നടക്കണം. 72 കിലോമീറ്ററോളം ഇവരവിടേക്ക് നടക്കണം. കോട്ടയത്തു നിന്ന് 72 കിലോമീറ്റർ നടക്കുന്നത് മാത്രമല്ല, മലമ്പനി പോലെയുള്ള പല അസുഖങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ തയ്യാറല്ല എന്ന് പറയും. അപ്പോൾ ഹെൻറി ബേക്കർ ജൂനിയർ അവരോടൊരു ചോദ്യം ചോദിക്കുന്നത്, അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരം 72 കിലോമീറ്ററോളം ഞങ്ങൾ 48 മൈൽ എന്ന് പറയുന്നത്, 48 മൈൽ ഞങ്ങൾ കാട്ടിനുള്ളിൽ കൂടെ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹെൻറി ബേക്കർ പറയാണ്, ഞങ്ങൾ 10,000 മൈൽ അപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളോട് സുവിശേഷം പറയാം. ഞങ്ങൾ വെള്ളക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കടലൊക്കെ കടന്ന് 10,000 മൈൽ അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് സുവിശേഷം പറയാൻ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരോട് സുവിശേഷം പറയാൻ 48 മൈൽ പോകാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം പലരെയും സ്വാധീനിച്ചു. അങ്ങനെ അവിടെ മിഷൻ പ്രവർത്തനമൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്ന്, അതുപോലെ കോട്ടയം, അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന്, സമതലങ്ങളിൽ നിന്ന് ഓടിപ്പോരുന്ന അടിമകളാണ് അവർ. ഈ യജമാനന്മാരുടെ പീഡനം വളരെ ക്രൂരമാകുമ്പോൾ, സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ വരുമ്പോൾ അവർ ഓടിപ്പോരുകയാണ്. ഓടിപ്പോന്നിട്ട് ഇവിടെ ഈ മുണ്ടക്കയത്ത് ഹെൻറി ബേക്കറുടെ ആ ഭാഗത്തേക്ക് വരികയാണ്. ഇനി അതേ പുസ്തകം തന്നെ, ഹില്ലരിയൻസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞ അതേ പുസ്തകം പേജ് 35 നിന്ന് വായിക്കാം. ഈ വർഷം ഏകദേശം 50 മുതൽ 80 വരെയുള്ള സായുധരായ ഒരു സംഘം ആളുകൾ രാത്രിയിൽ മുണ്ടക്കയത്ത് ആക്രമണം നടത്തി. മുണ്ടക്കയത്ത് ആക്രമണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മിഷൻ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ആ ടെറിട്ടറിയിലേക്ക് വരികയാണ്. അവിടെ വന്ന് ആക്രമിക്കുകയാണ്. തങ്ങളുടെ അടിമകൾ ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് കരുതി വന്ന സിറിയൻ ക്രിസ്ത്യാനികളായിരുന്നു അവർ. ഞാൻ കാട്ടിൽ കണ്ടെത്തിയ 2 പാവപ്പെട്ട പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും അബദ്ധവശാൽ അവർ പിടികൂടി. ആക്രമണത്തിനിടെ കല്ലേറ് കാരണം എൻ്റെ ആളുകളിൽ പലർക്കും പരിക്കേറ്റിരുന്നു. പ്രധാന സംഘത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ തോക്കുകളും കത്തികളും ഏന്തിയ അവരുടെ 2 പേരെ എൻ്റെ ആളുകൾ തടവിലാക്കി. ഇതോടെ ആരാണ് അക്രമികൾ എന്ന് വ്യക്തമായി. പേടിച്ചുപോയ അവർ എൻ്റെ അടുക്കലേക്ക് സമാധാന ദൂതന്മാരെ അയച്ചു. ഈ പേടിച്ചുപോയി എന്ന് പറയുന്നത് അദ്ദേഹം വെള്ളക്കാരനായതുകൊണ്ടാണ്, ഇംഗ്ലീഷുകാരനായതുകൊണ്ടാണ്. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമൊക്കെ ആയതുകൊണ്ട് ഇവർ പോയി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആക്രമിക്കാൻ വന്ന അവരുടെ യജമാനന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പേടിച്ചു പോയ അവർ എൻ്റെ അടുക്കലേക്ക് സമാധാന ദൂതന്മാരെ അയച്ചു. അവർ ഞങ്ങളുടെ ആളുകളോട് വിനയത്തോടെ ക്ഷമ ചോദിക്കുകയും പിടിച്ചുകൊണ്ടുപോയ ആളുകളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങളുടെ തടവുകാരെയും അവരുടെ തോക്കുകളും വിട്ടുകൊടുത്തു. ഇത് ക്രിസ്തീയ മനോഭാവം കാണിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. വേണമെങ്കിൽ ഇതൊരു വലിയ പോലീസ് കേസാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. എങ്കിലും കഴിയുന്നിടത്തോളം എല്ലാ മനുഷ്യരുമായി സമാധാനത്തിൽ ജീവിക്കുക എന്നതാണ് എൻ്റെ മുദ്രാവാക്യം. ഹില്ലരിയൻസ് ഓഫ് ട്രാവൻകൂർ പേജ് 35. അപ്പോൾ ഇദ്ദേഹം അവിടെ ഈ ഓടിപ്പോകുന്ന അടിമകളെ ഇദ്ദേഹം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ മറ്റേ യജമാനന്മാരുടെ ആളുകൾ വരുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം ഒരിക്കലും ആരെയും പിടിച്ചു കെട്ടി അടിമയാക്കിയിട്ടില്ല ഹെൻറി ബേക്കർ. അങ്ങനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതേ പുസ്തകം തന്നെ പേജ് 31 നിന്നൊരു ഭാഗം കൂടി വായിക്കാം. സമീപത്തെ പാടശേഖരത്തോട് ചേർന്നുള്ള ചില അടിമക്കുടിലുകൾ ഞാൻ സന്ദർശിച്ചു. അവിടെ കണ്ട ഒരു പാവം മനുഷ്യൻ്റെ അനുഭവം ഹൃദയഭേദകമായിരുന്നു. ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിൽ 3 ആഴ്ച മുമ്പ് യജമാനൻ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു അയാളെ. അതായത് ആദ്യം ഇയാൾ ഓടിപ്പോന്നു, ഹെൻറി ബേക്കർ അഭയം കൊടുത്തു, പിന്നെ യജമാനൻ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞ് ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ പിന്നെ പീഡനമായിരുന്നു. ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിൽ 3 ആഴ്ച മുമ്പ് യജമാനൻ പിടിച്ചു കൊണ്ടുപോയതായിരുന്നു അയാളെ. എന്നാൽ ക്രൂരമായ മർദ്ദനമാണ് അയാൾക്ക് നേരിടേണ്ടി വന്നത്. രാപ്പകലില്ലാതെ ദിവസങ്ങളോളം കാലിൽ ചങ്ങലയിട്ട് ഒരു മരത്തിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ ആരോ രക്ഷപ്പെടുത്തിയപ്പോൾ ശരീരം മുഴുവൻ വ്രണങ്ങളുമായി അയാൾ വീണ്ടും കാട്ടിലേക്ക് ഓടിപ്പോന്നു. ഈ ആളുകളുടെ കരുണ പോലും എത്ര ക്രൂരമാണ്. ഹില്ലറിയൻസ് ഓഫ് ട്രാവൻകൂർ പേജ് 31. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം വിവരണങ്ങൾ ഹെൻറി ബേക്കർ ഹില്ലറിയൻസ് ഓഫ് ട്രാവൻകൂറിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ആ വിവരണങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് യജമാനന്മാരുടെ ക്രൂരത സഹിക്കാനാവാതെ ഈ താഴ്വര പ്രദേശങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോരുന്ന അടിമകൾ, അത് യജമാനൻ്റെ ഭൃത്യന്മാരുടെയൊക്കെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കൊല്ലപ്പെടും, ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടും, ചിലപ്പോൾ കൊല്ലപ്പെടും. എന്നാൽ അങ്ങനെയൊന്നും അവരുടെ കണ്ണിൽ പെടാതെയൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ വരുന്നത് മുണ്ടക്കയത്തേക്കാണ്. എന്തുകൊണ്ട് മുണ്ടക്കയത്തേക്ക് വരുന്നു? അതാണ് ചോദ്യം.
ആലപ്പുഴയിൽ നിന്നുള്ളവരായാലും കോട്ടയത്തു നിന്നുള്ള അടിമകൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് മുണ്ടക്കയത്തേക്ക്. അത് തന്നെയാണ് രാജഗോപാൽ വാകത്താനവും പറഞ്ഞത്. മുണ്ടക്കയത്ത്, കോട്ടയത്ത് എന്നൊക്കെ പുള്ളി അടിക്കുന്നുണ്ടല്ല. എന്തുകൊണ്ട് മുണ്ടക്കയത്തേക്ക് വന്നു? മുണ്ടക്കയന്ന് കാടാണ്. കാടായി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് എന്തിനു വന്നു? ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവിടെ ഹെൻറി ബേക്കർ ജൂനിയർ ഉണ്ട്. അദ്ദേഹം സംരക്ഷിക്കുമെന്ന് ഇവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് വന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ആ ഹെൻറി ബേക്കർ ജൂനിയറിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഓടി വരുന്ന അടിമകളുടെ കയ്യും കാലും കെട്ടിയിട്ട് അവരെ അടിമപ്പണി എടുപ്പിക്കുക, തോട്ടത്തിൽ അടിമപ്പണി എടുപ്പിക്കുകയായിരുന്നു എന്ന്. ഈ അടിമകൾ മലയരയരും അതുപോലെ പറയരും പുലയരുമായ ആളുകൾ തങ്ങളുടെ രക്ഷകനായി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയർ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അവരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് വിനിൽ പോൾ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ കിഴക്കൻ പ്രദേശത്ത് മറ്റൊരു ജീവിതം സാധ്യമാക്കിയ ഹെൻറി ബേക്കർ ജൂനിയറിനെന്നും പറഞ്ഞ ആ പുസ്തകം സമർപ്പിച്ചത്. മനസ്സിലായോ? അവിടുത്തെ ജനങ്ങൾ അത്രമാത്രം ദൈവതുല്യനെ പോലെ ദൈവതുല്യനായിട്ട് കണ്ട് ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കുറിച്ചാണ് 1.25 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇവിടെ ഇരുന്നിട്ട് രാജഗോപാൽ വാകത്താനം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അഭയത്തിനായിട്ട് വന്ന ആൾക്കാരെ കുറിച്ച് അവരെയൊക്കെ അടിമകളായി പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ട് തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കുകയായിരുന്നു എന്ന്. ഈ ആധുനിക കേരളം പടുത്തുയർത്തുന്നതിൻ്റെ ആരംഭം കുറിച്ച മിഷണറിമാരെ പറ്റി എത്രമാത്രം വിഷലിപ്തമായ കാര്യങ്ങളാണ് ഈ രാജഗോപാൽ വാകത്താനം ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞതെന്നറിയാമോ? അതായത് ഒരു 4 മിനിറ്റോളം വരുന്നതാണ് ആ ക്ലിപ്പ്. ഞാൻ അത്രയും കട്ട് ചെയ്തില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഈ 4 മിനിറ്റോളം വരുന്ന ആ ക്ലിപ്പിനകത്ത് എത്രമാത്രം വിഷമാണ് അയാൾ വായി കൊണ്ട് വിസർജിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം. വിഷം ഒമിപ്പിക്കുന്ന വാചകം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അയാൾ വായി കൊണ്ട് വിഷം വിസർജിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഇത് മനുഷ്യനായ അല്പമെങ്കിലും സത്യസന്ധത വേണ്ടേ? അല്പമെങ്കിലും ഒരു സംവാദം ജയിക്കാൻ വേണ്ടി ഇത്രയധികം കള്ളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട്, ഇത്രയധികം കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർക്ക് മനസാക്ഷിയോടെ സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക? ഈ ഹെൻറി ബേക്കർ ഇങ്ങനെ ഓടി വരുന്ന അടിമകൾക്ക് അഭയം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റ് മിഷണറിമാരും ഇത് ഏറ്റെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് മിഷൻ കേന്ദ്രങ്ങളിൽ ഉള്ളവർ ഇത് തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം മുണ്ടക്കയത്തേക്ക് മാത്രം വന്നിരുന്ന ആൾക്കാർ പിന്നെ നമ്മൾ കാണുന്നത് പള്ളം പോലെയുള്ള മറ്റിടങ്ങളിലേക്കൊക്കെ ഓടിച്ചെല്ലുന്നതാണ്. ഇത് ഈ കിഴക്കൻ പുലയരുടെ ഇടയിലേക്ക്, കിഴക്കൻ പുലയർ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്നവരായിട്ടാണ് അവരെ പരിഗണിച്ചിരുന്നത്. അതായത് സമതലങ്ങളിലുള്ള പറയ വിഭാഗത്തിലുള്ളവരെക്കാളും താഴെയായിട്ടാണ് കിഴക്കൻ പുലയരെ പരിഗണിച്ചിരുന്നത്. അപ്പോൾ ആ കിഴക്കൻ പുലയരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് സുവിശേഷം എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് സാമുവൽ നെല്ലിമോൾ സാർ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതുന്ന വിഷയം വേറെയാണെങ്കിലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതും വായിക്കാം. കിഴക്കൻ പുലയരെ പടിഞ്ഞാറൻ പുലയർ അവരെക്കാൾ താണവരായും അയിത്തമുള്ളവരുമായിട്ടാണ് കരുതുന്നത്. കിഴക്കൻ പുലയരുമായുള്ള സമ്പർക്കം പടിഞ്ഞാറൻ പുലയർക്കും പറയർക്കും അയിത്തമാണ്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, കിഴക്കൻ പുലയർക്ക് വേദപഠനത്തെപ്പറ്റി ആദ്യം അറിവ് നൽകിയത് സേവ്യർ എന്ന പടിഞ്ഞാറൻ പുലയനാണ്. ഈ സേവ്യർ ചമ്പക്കരയിലെ യജമാനൻ്റെ അടുത്തു നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതനായി. അയാൾ മല്ലപ്പള്ളിയിൽ വന്ന് എൻ്റെ അടുക്കൽ അഭയം തേടി. അതുവരേക്കും മുണ്ടക്കയത്താണ് അഭയത്തിനായിട്ട് ഓടി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മല്ലപ്പള്ളിയിലേക്കും വരികയാണ്. മല്ലപ്പള്ളിയിൽ വന്ന് എൻ്റെ അടുക്കൽ അഭയം തേടി. അയാൾക്ക് അക്ഷരാഭ്യാസവും ക്രിസ്തീയ വിദ്യാഭ്യാസവും ലഭിച്ചു. 1859 അയാളെ ഞാൻ സ്നാനപ്പെടുത്തി. തനിക്ക് ലഭിച്ച പരിവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ ആഴമായി അനുഭവപ്പെട്ട അയാൾ അടുത്ത മനത്തിൽ തന്നെ സഹോദരരായി കഴിയുന്ന കിഴക്കൻ പുലയർക്ക് അത് പങ്കുവയ്ക്കണമെന്ന ആകാംക്ഷയുണ്ടായി. ഈ ഉദ്ദേശത്തോടെ അയാൾ അവരുടെ വാസസ്ഥലത്തേക്ക് കൂടെ രാത്രിയിൽ സന്ദർശനം നടത്തിപ്പോകുന്നു. പകൽ പോകുന്നത് അവൻ്റെ യജമാനൻ കണ്ടാൽ അവനെ അടിച്ചു കൊല്ലും എന്ന് ഭയപ്പെട്ടു. ദാഹിക്കുന്ന ആത്മാവിന് വെള്ളം എന്ന പോലെ സേവ്യർ പ്രസ്താവിച്ച രക്ഷയുടെ സന്തോഷ വാർത്ത വളരെ താല്പര്യത്തോടെ കിഴക്കൻ പുലയർ സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞ് സേവ്യർ അവരിൽ ചിലരെ ഇവിടെ കൊണ്ടുവന്നു. അവരെ ദൈവവചനവും എഴുത്തും വായനയും പഠിപ്പിച്ചു തുടങ്ങി. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ, കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം, പേജ് 316, 317. ഇത് ജോർജ് മാത്തൻ എന്ന് പറയുന്ന തദ്ദേശ ക്രിസ്തീയ പ്രവർത്തകൻ്റെ എഴുത്താണ്. അദ്ദേഹം എഴുതിയതാണ് സാമുവൽ സാർ ഉദ്ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത് എഴുതുന്നത് 1860 അതായത് 1848-49 കാലത്താണ് ഹെൻറി ബേക്കർ ജൂനിയർ മുണ്ടക്കയത്ത് മിഷണറി പ്രവർത്തനം ആരംഭിക്കുന്നത്.
1850 ആകുമ്പോഴേക്കും അടിമകൾ അവിടേക്ക് ഓടി വരുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. 50-51 കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ധാരാളം അടിമകൾ അവിടെ മുണ്ടക്കയത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ 1860 ആയപ്പോൾ, അതായത് കേവലം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ, മുണ്ടക്കയത്തേക്ക് മാത്രമല്ല മല്ലപ്പള്ളിയിലേക്ക് ഓടിച്ചെല്ലുന്നു തദ്ദേശ ക്രൈസ്തവൻ. മറ്റേ സായിപ്പും അഭയം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. സായിപ്പ് അഭയം കൊടുത്ത സായിപ്പനെ പോയി തല്ലാനും നിൽക്കുകയില്ല, തല്ലാൻ നിന്ന് കഴിഞ്ഞാൽ പണിയെ തിരിച്ചു കിട്ടും, അതൊക്കെ. പക്ഷേ ഇത് തദ്ദേശ ക്രിസ്ത്യാനിയാണ്, ജോർജ് മാത്തനാണ്. അദ്ദേഹത്തെ സിമ്പിളായിട്ട് ഉപദ്രവിച്ചിട്ട് ഇവരെ കൊണ്ടുപോകാം. പക്ഷേ അതിനുപോലും ആരും തയ്യാറാകാത്ത വിധത്തിൽ മിഷണറിമാർ ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു അടിമകൾക്ക് വേണ്ടി. അപ്പോൾ മല്ലപ്പള്ളിയിലേക്ക് ഇവർ ഓടി വരുന്നു. അപ്പം ഇതൊക്കെ വായിച്ചിട്ടുള്ള വിനിൽ പോൾ ആയാലും അല്ല റോബൻ ജെഫ്രി ആയാലും സനൽ മോഹൻ സാർ ആയാലും അവരാരെങ്കിലും എഴുതി വയ്ക്കുമോ? ഈ ഹെൻറി ബേക്കർ സീനിയറും ജൂനിയറും അവിടേക്ക് വന്ന അടിമകളെ പുലയെ പറയ ജാതിപ്പെട്ട ആൾക്കാരുടെ കയ്യും കാലും കെട്ടി തോട്ടത്തിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ചു എന്ന് എഴുതി വയ്ക്കില്ല. അവരാരും എഴുതിയിട്ടില്ല, മനസ്സിലായോ? അവരാരും എഴുതാത്ത കാര്യമാണ് ഈ രാജഗോപാൽ വാകത്താനം അവരുടെ പേരിൽ പറയുന്നത്. അവർക്ക് മനസ്സറിവില്ലാത്ത കാര്യം. ഈ നിരീശ്വരവാദികളുമായിട്ട് സംവാദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. അവർ റെഫറൻസ് വെച്ച് കാര്യം സംസാരിക്കില്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിലുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ കഥ പോലെ ഇവിടെ നിന്ന് പറഞ്ഞു പോകാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാതെ ഇവിടെ റെഫറൻസ് ഇട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പാകെ കാണിച്ചത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത വേണം. വസ്തുതാപരമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഭാവനയിൽ നിന്നുണ്ടാക്കിയെടുത്ത കഥകളൊന്നുമല്ല, ചരിത്രത്തിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അവതരിപ്പിക്കുന്നത്. അതാണ് ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. യുക്തിപരമായിട്ട് സംസാരിക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷെ അത് യുക്തിവാദികൾ എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ലോജിക്കൽ ഫാലസികൾ അവരുടെ സംസാരത്തിൽ മുഴുവൻ ഉണ്ടാകുന്നത്. പിന്നെ ധാർമ്മികത എന്ന് പറയുന്നത് അവരെ തൊട്ട് തെറിപ്പിച്ചിട്ടില്ല, അവർ ഏഴായിരത്തിൽ കൂടി പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം കള്ളങ്ങൾ ഒരു മടിയുമില്ലാതെ പറയാൻ പറ്റുന്നത്. ഈ വിനിൽ പോളിനോട് ഞാനിത് ചോദിച്ചിരുന്നു ഈ വിഷയത്തെപ്പറ്റി. ഇദ്ദേഹം പറഞ്ഞു, വിനിൽ പോൾ പറഞ്ഞു, ഞാൻ അമ്പരന്ന് പോയി ആകെ. അദ്ദേഹം പറഞ്ഞു കേട്ടത്, ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യം എൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ പറഞ്ഞത്. എനിക്ക് ആകെ വിഷമായി എന്നും പറഞ്ഞു. അതാണ് അവസ്ഥ. ഇപ്പൊ റോബിൻ ജെഫ്രി ഒക്കെ ജീവനോട് ഉണ്ടെങ്കിൽ അദ്ദേഹവും പറഞ്ഞു ഇത് എന്തു മണ്ടത്തരം എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പറയുന്നതെന്ന്. മനസ്സിലായി? അവർക്കൊന്നും മനസ്സറിവില്ലാത്ത കാര്യമാണ്. അക്കാദമിക് ലോകത്ത് ആരും അംഗീകരിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ എഴുതി വെച്ച ഈ രാജഗോപാൽ വാകത്താനം പറഞ്ഞതുപോലെ ഹെൻറി ബേക്കർ, റോബിൻ ജെഫ്രി ആയാലും വിനിൽ പോൾ ആയാലും സനൽ മോഹൻ സാർ ആയാലും അല്ലെങ്കിൽ വേറെ ആരും ആയാലും അവരൊക്കെ എഴുതി വെച്ചാൽ അവർക്ക് പിന്നെ ഒരു വിലയില്ല. അക്കാദമിക് ലോകത്ത് അവർക്ക് ഒരു വിലയുണ്ടാവുകയില്ല. കാരണം അത് പച്ച കള്ളമാണ്. കേരള ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. അവരുടെ മുമ്പിൽ പിന്നെ ഇവർക്ക് ഒരു വിലയുണ്ടാവില്ല. അതുകൊണ്ട് അവരതൊരിക്കലും എഴുതി വെക്കില്ല. അപ്പം അവരെഴുതി വെക്കാത്ത കാര്യം അവരുടെ പേരിൽ ആരോപിക്കുകയാണ്. ഇതാണ് ഇവരുടെ ധാർമ്മികത. അപ്പം ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ, ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്, ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, ഇവർ ഒച്ച ഉയർത്തി, നിരീശ്വരവാദികൾ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് കേട്ട അപ്പം മനസ്സിലാക്കിക്കൊള്ളണം അത് നുണയാണ്, കള്ളമാണ്. ആ പറയുന്ന കാര്യം കള്ളമാണ്. അതുകൊണ്ടാണ് ഒച്ച ഉയർത്തി സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം തന്നെ അടുത്തേക്ക് ചാടി പോകുന്നത് കണ്ട് അപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം അത് നുണയാണ്, കള്ളമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ പോലും അവർ തയ്യാറല്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൃത്യമായ ഖണ്ഡനം വരും. ഇത് കേൾവിക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ തന്ത്രങ്ങളും അവർ എടുക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ഇത്തരം തന്ത്രങ്ങളോടൊന്നും ആവശ്യമില്ല. ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നതാണ്, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളത് പഠിച്ചാൽ മാത്രം മതി. നമ്മൾ പരിശോധിക്കേണ്ട. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഇതൊക്കെ ഒരുമാതിരി പുസ്തകങ്ങൾ സൗജന്യമായിട്ട് കിട്ടും. ഒരുമാതിരി പുസ്തകങ്ങൾ നമുക്ക് പഴയ മിഷണറിമാരുടെ 1800-കളിലൊക്കെ എഴുതപ്പെട്ട പല പുസ്തകങ്ങളും archives.org മറ്റും പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ പറയുന്നതൊന്നുമല്ല. ക്രിസ്ത്യൻ മിഷണറിമാർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ മഹത്തരമാണ്. അത് വേറെ ആരും ചെയ്തിട്ടില്ല. അത്രമാത്രം കാര്യങ്ങൾ ആരും ചെയ്തിട്ടുമില്ല. നമ്മളെപ്പോഴും അയ്യങ്കാളിയെക്കുറിച്ച്, നാരായണ ഗുരുവിനെക്കുറിച്ച്, പൽപ്പുവിനെക്കുറിച്ച്, കുമാരനാശാനെക്കുറിച്ച്, പണ്ഡിറ്റ് കറുപ്പിനെക്കുറിച്ച്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ അവർക്ക് മുമ്പേ ഇവിടെ ഈ പ്രവർത്തനം എല്ലാം തുടങ്ങി വെച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ തുടങ്ങി വെച്ച ആ പ്രവർത്തനം, അതായത് നിലമുഴുതത് അവരാണ്, വിത്ത് വിതച്ചത് അവരാണ്, വളം ഇട്ടത് അവരാണ്, വെള്ളം ഒഴിച്ചത് അവരാണ്, വളർത്തി വലുതാക്കിയത് അവരാണ്. പക്ഷെ അതിൻ്റെ ഫ്രൂട്ട്സ് അരിഞ്ഞത് പുറകെ വന്നവരാണ്.
അയ്യങ്കാളിയാകട്ടെ, നാരായണഗുരു, ഇങ്ങനെയുള്ളവരൊക്കെ അവർ വന്ന് കൊയ്തത് അവരാണ്. നമ്മൾ എപ്പോഴും ഈ കൊയ്ത്തുകാരെ പൊക്കി പിടിക്കുകയാണ്. അതാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ല, അവർക്ക് കൊയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിച്ച് ഇത്ര ആക്കി വെച്ച ആൾക്കാരില്ല. അവരുടെ കാര്യം എന്താ മിണ്ടാത്തത്? അത് പറയില്ല. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർഷ സംസ്കാരം എത്ര വൃത്തികെട്ടതായിരുന്നു എന്നുള്ളത് വെളിപ്പെട്ട് വരും. അതുകൊണ്ട് അവരെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്, അകറ്റി നിർത്തുകയാണ്. പക്ഷെ അത് നടക്കുകയില്ല, ഇനിയുള്ള കാലങ്ങളിൽ നടക്കുകയില്ല. ചരിത്രം, ഇത് ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്, ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണ്. നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണം, എഴുതണം. ഫേസ്ബുക്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മളത് എഴുതണം. ചുമ്മാ കഥ എഴുതുകയല്ല ഞാൻ പറഞ്ഞത്, കൃത്യമായ തെളിവുകൾ വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെ ആൾക്കാർ എഴുതിയത് കണ്ടു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യെങ്കിലും ചെയ്യണം, പ്രചരിപ്പിക്കണം. കാരണം അത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ക്രൈസ്തവർക്കെതിരെ സംഘപരിവാറും അതുപോലെ തന്നെ മറുവശത്ത് ഇസ്ലാമിക ടീമുകൾ, രണ്ടു കൂട്ടരും ഒരുപോലെയാണ് ക്രിസ്ത്യാനിറ്റിയെ ആക്രമിക്കാനായിട്ട് അവരവരുടേതായ അജണ്ടകളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ. ചരിത്രത്തിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതെടുത്ത് പറയുക എന്നുള്ളതാണ്. നേരത്തെ ബാബുങ്ങൾ പറഞ്ഞതുപോലെ ഈ സാമ്രാജ്യത്വ ബ്രിട്ടനെയും മിഷണറിമാരെയും രണ്ടായിട്ട് തന്നെ നിർത്തണം, രണ്ടായിട്ട് കാണണം. മിഷണറിമാർ ചെയ്ത കാര്യങ്ങൾ വേറെ, ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ സമാധാനം പറയേണ്ട കാര്യമില്ല, ഉത്തരവാദിത്വം ഇല്ല. മനസ്സിലായ? അതേപോലെ തന്നെ മിഷണറിമാർ ചെയ്ത കാര്യങ്ങളുടെ ആ പൈതൃകം അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും, അത് ആവശ്യപ്പെടുകയും വേണം. അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചരിത്രത്തിലേക്ക് ചെന്ന് കണ്ടെത്തുകയും അത് പറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും അതപ്പതിച്ച് കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക്, നമ്മൾ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഉണ്ടല്ലോ, അത് അന്ന് ലോകത്തിലെ ഏക ഹിന്ദുരാജ്യമായിരുന്നു അത് തിരുവിതാംകൂർ. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം, നാട്ടുരാജ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, ഹിന്ദു ഭരണാധികാരികൾ, ജനങ്ങളും ഭൂരിപക്ഷം ഹിന്ദുക്കൾ തന്നെ. പക്ഷെ അതൊന്നും ഹിന്ദു രാഷ്ട്രമായിരുന്നില്ല. തിരുവിതാംകൂർ ഹിന്ദു രാഷ്ട്രമായതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മാർത്താണ്ഡവർമ്മ ഈ വേണാട് എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തിനെ ചുറ്റുപാടുള്ള രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കി വികസിപ്പിച്ച് വലുതാക്കി തിരുവിതാംകൂർ ആക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ശ്രീപത്മനാഭൻ്റെ ഇതിൽ നടക്കി കൊണ്ടുവയ്ക്കുകയാണ്. ഈ രാജ്യം ഇനി ശ്രീപത്മനാഭൻ്റെ ആണെന്നും പറഞ്ഞു, ഞങ്ങൾ ശ്രീപത്മനാഭദാസന്മാരാണ്. അതിന് തൃപ്പടിദാനം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. തൃപ്പടിദാനത്തിലൂടെ ഈ രാജ്യം ശ്രീപത്മനാഭൻ അങ്ങ് സമർപ്പിച്ചു. അതോടുകൂടെ ഇത് ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറിയപ്പോൾ, അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ രാജ്യമായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീപത്മനാഭൻ്റെ പുരോഹിതന്മാർക്ക് ഇവിടെ വളരെയധികം പ്രാമാണ്യം വന്നു. മനസ്സിലായോ? നമ്പൂതിരിമാർക്ക് വളരെ പ്രാമാണ്യം വരികയും അവർ കൃത്യമായിട്ട് മനുസ്മൃതികളടക്കമുള്ള 36 സ്മൃതികളുണ്ട്, പ്രധാനപ്പെട്ട 4 എണ്ണമുണ്ട്. ആ 4 സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഭരണം നടത്തിയത്. അവിടെ രാജാക്കന്മാരെല്ലാം ഭരണം നടത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്കൊന്നും ഇവിടേക്ക് പ്രവേശനം കൊടുക്കാതിരുന്നത്. അവർ ആ മനുസ്മൃതി പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെയുള്ള ജനങ്ങളോട് ഇടപെട്ടിരുന്നത്. ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു, അവരുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ സ്ഥിതിയിൽ നിന്ന്, അങ്ങനെയുള്ള ആ പ്രദേശത്തിനെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ വിവേകാനന്ദൻ വിളിച്ചത് നമുക്കറിയാം, ഭ്രാന്താലയം എന്ന് വിളിച്ചതൊക്കെ. അപ്പോൾ അതുപോലത്തെ അവസ്ഥയിലുണ്ടായിരുന്ന സ്ഥലം ഇന്ന് കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ അതെങ്ങനെ മാറി ആ രീതിയിലേക്ക്? ഒരു ഉത്തരമേ ഉള്ളൂ, ക്രിസ്ത്യൻ മിഷണറിമാർ, വേറെ ഒന്നും പറയാനില്ല. അവർ വിദ്യാഭ്യാസം കൊണ്ടുവന്നു, അതുപോലെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി, അവർ ഐക്യത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി, ജാതിക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നുണ്ട്, അടിമത്തത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നുണ്ട്. അടിമത്തം സ്ഥാപിച്ചെടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നാണ് പുള്ളി പറയുന്നത്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ച്, അടിമത്തം ഇല്ലാതാക്കിയത് മിഷണറിമാരാണ്. അടിമത്തത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, രാജാവിൻ്റെ അടുക്കൽ നിവേദനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ അടുക്കൽ 13 മിഷണറിമാർ, LMSൻ്റെയും CMSൻ്റെയും മിഷണറിമാർ ഒപ്പിട്ടിട്ടുള്ള 13 മിഷണറിമാർ ഒപ്പിട്ടിട്ടുള്ള നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത് അന്ന് അവർ ഒപ്പിട്ട ഇതാണ് ആ 13 മിഷണറിമാരുടെ ഒപ്പിടണം. അതിനകത്ത് 3ാമത്തെ മിഷണറി, ഇപ്പുറത്തെ സൈഡിൽ 3ാമത്തെ മിഷണറി H. ബേക്കറാണ്, ഹെൻറി ബേക്കറാണ്. അതുപോലെ അപ്പുറത്തെ ഏറ്റവും താഴെ കിടക്കുന്നത് ഹെൻറി ബേക്കർ ജൂനിയറാണ്. അപ്പനും മോനും ഒപ്പിട്ടുണ്ട്. 1847 ഉത്തരം തിരുനാൾ രാജാവിന് സമർപ്പിക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലമായിട്ടാണ് പിന്നെ അടിമത്ത നിരോധന വിളംബരം തിരുവിതാംകൂർ രാജാവ് പുറപ്പെടുവിക്കുന്നത്. അടിമത്ത നിരോധനത്തിന് വേണ്ടിയിട്ട് ഇത്രമാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആ കൂട്ടരെ കുറിച്ചാണ്
ഈ രാജഗോപാൽ വാഗ്ദാനം പറഞ്ഞത് കേരളത്തിൽ അടിമത്തം സ്ഥാപിച്ചെടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഉളുപ്പുണ്ടോ രാജഗോപാല? ഉളുപ്പ് ലേശമെങ്കിലും ഉണ്ടോ? അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇമാതിരി വിവരക്കേട് പറയുന്നു. ഇത് എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞില്ല. എനിക്ക് ഞാൻ വികാരഭരിതനാകുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രമൊന്നും പരിശോധിക്കാനല്ല, ദളിതർക്ക് എന്ത് ചരിത്രം. പക്ഷെ ഞാൻ എൻ്റെ ജാതിയുടെ ചരിത്രം പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, എൻ്റെ ജാതിക്കാർ ഈ കൊച്ചി രാജാവിൻ്റെ അടിമകളായിരുന്നു. പണ്ടാരവക അടിമകൾ എന്ന് പറയും, സർക്കാർ അടിമകൾ. കൊച്ചി രാജാവിൻ്റെ അടിമകളായിരുന്നു. അവർക്ക് വിമോചനം കിട്ടിയത് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പം എൻ്റെയൊക്കെ പൂർവികരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണ് ക്രിസ്ത്യൻ മിഷണറിമാരെന്നുള്ള വ്യക്തമായ ചരിത്രബോധ്യം എനിക്കുണ്ട്. ആ ചരിത്രബോധ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയാണ് രാജഗോപാൽ വാഗ്ദാനം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വികാരഭരിതനായി പോകുന്നത്. എനിക്കങ്ങനെ വികാരഭരിതനാകാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെയൊക്കെ പൂർവികരെ മോചിപ്പിച്ച ആളെ കുറിച്ച് പറയാണ്, നിൻ്റെയൊക്കെ പൂർവികരെ കയ്യും കാലും കെട്ടിയിട്ടവനാണെന്നവൻ. അത് ഞാൻ പറഞ്ഞു, ഇതും ഉളുപ്പ് വേണം, ധാർമ്മികത വേണം, മനസാക്ഷി, സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്താൻ പറ്റണം. നിരീശ്വരവാദികൾക്ക് അത് കഴിയില്ല. അവർക്ക് അവരുടെ ഭാഗം ജയിക്കണമെന്നേ ഉള്ളൂ. ധാർമ്മികത എന്ന് പറയുന്നതില്ല. അതുകൊണ്ടാണ് ഇമാതിരി കള്ളങ്ങൾ അവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ ഈ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിലിരുന്നാൽ പോരാ, നമ്മുടെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം, നമ്മുടെ സഭകളിലുള്ള പിള്ളേരെ പഠിപ്പിക്കണം. അടുത്ത തലമുറ വളർന്നു വരുമ്പോൾ ഈ ഒരു ബോധ്യത്തിൽ അവർ വളർന്നു വരണം. ക്രിസ്ത്യാനിറ്റി നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അവരോട് ഒരുത്തരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ, ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എണ്ണി ഇവർ മറുപടി പറയുമെന്നുള്ള ആ ഒരു ഭയം അവരിൽ ഉണ്ടാകത്തക്കവണ്ണം ആ വിധത്തിൽ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരണം നമ്മൾ. അതിന് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളതിന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.